സങ്കീർത്തന പുസ്തകം സങ്കീർത്തനം 137 5-6 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. സങ്കീർത്തനം 137 5-6. യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നു എങ്കിൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല വചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 137 സങ്കീർത്തനം ഞങ്ങൾക്ക് ഇന്ന് വായിപ്പാനും ദൈവമേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ദൈവാത്മാവിൽ ചിന്തിക്കുവാൻ ദൈവം തരുന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വലിയവനായ ദൈവമേ, കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവനെ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്ന അവിടുത്തെ കൃപയിൽ ദൈവമേ അവിടെ ചായുന്നു. ദൂതന്മാരുടെ കാവലും പരിപാലനം ഉണ്ടാകണം. ജീവിതങ്ങളെ കാതുകളെ ദൈവം ഒരുക്കണം. പരിശുദ്ധാത്മാ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. ഐക്യപ്പെട്ട വചനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം, അനുഗ്രഹമാക്കി തീർക്കുന്നതിനായ സ്തോത്രം, പ്രാർത്ഥനകൾക്കായ സ്തോത്രം. സകലം കർത്താവ് യേശുവിന്റെ അനുവാദം തന്നെ. നമ്മൾ വായിച്ചത് 137 സങ്കീർത്തനത്തിന്റെ 5-6 വാക്യങ്ങളാണ്. 137 സങ്കീർത്തനം 9 വാക്യങ്ങൾ മാത്രമുള്ളതാകുന്ന ഒരു ചെറിയ സങ്കീർത്തനമാണ്. എന്നാൽ അതിനകത്ത് വലിയ സംഭവങ്ങളാൽ നിറയപ്പെട്ടതായ അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 137 സങ്കീർത്തനത്തിൽ പ്രത്യേകമായ പശ്ചാത്തലമുണ്ട്. വളരെ വേദനപ്പെടുന്ന ഒരു ഭക്തൻ ഇസ്രായേലിനെ ഓർത്ത്, യഹോവയായ ദൈവത്തെ ഓർത്ത്, തൻ്റെ ജനത്തെ ഓർത്തുകൊണ്ട് വളരെ വേദനപ്പെടുന്നതാകുന്ന ഒരു ഭക്തന്റെ വേദനയോട് കൂടിയുള്ളതാകുന്ന വാക്കായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും. ഒരു അത്യുജ്വലമായ ആവേശം, ശത്രുവിനെതിരെയുള്ളതാകുന്ന ഒരു 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 ഒടുങ്ങാത്ത വൈര്യം ഈ സങ്കീർത്തനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും ശരി, ഒരു ദൈവസ്നേഹിയാണ്, ഒരു ദൈവസ്നേഹിയാണ് പാടി. ഇതിൻ്റെ ആദ്യം എനിക്ക് കാണുന്നു, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അതിന് നടുവിലെ അലറിവൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. അതിൻ്റെ 1-2 വാക്യങ്ങൾ സന്തോഷിപ്പാൻ കഴിയാത്ത രീതിയിലുള്ളതാകുന്ന ഒരു മനോവേദനയിൽ അകപ്പെട്ട അതിൻ്റെ പ്രകടനമാണ് അതിൻ്റെ 1-2 വാക്യങ്ങൾ. അതിന് 3-4 വാക്യങ്ങൾ പീഡകരെ രസിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങളെ പീഡിപ്പിച്ചവർ ഞങ്ങളിൽ നിന്ന് രസം ചോദിക്കുമ്പോൾ, സന്തോഷം ചോദിക്കുമ്പോൾ അവരെ ഞങ്ങൾക്ക് രസിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതിൻ്റെ 5-6 വാക്യങ്ങൾ യെരൂശലേമിനെ മറക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. 5-6 വാക്യങ്ങൾ. അതിന് 7, 8, 9 വാക്യങ്ങൾ അവർക്ക് ഏദോമിനെയും ബാബേലിനെയും മറക്കാൻ കഴിയാത്ത വിധത്തിൽ രോക്ഷത്താൽ നിറയപ്പെട്ടതാകുന്ന അനുഭവങ്ങളാണ് കാണുന്നത്. ബാബേലിനെയും ഏദോമിനെയും മറക്കാൻ പറ്റാത്ത വിധത്തിൽ രോഷം, അത്രയ്ക്ക് അവർ വേദന അനുഭവിച്ചു, പീഡനം അനുഭവിച്ചു. അപ്പോൾ ഈ പ്രകാരമുള്ളതാകുന്ന പ്രകടനങ്ങൾ, അനുഭവങ്ങളിലാണ് ഈ സങ്കീർത്തനം നമ്മൾ കാണുന്നത്. ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഒരു അനുഭവമുണ്ട്. യഹോവയായ ദൈവം യെരൂശലേമിൽ, യഹോവയായ ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ തക്കവണ്ണം തൻ്റെ ദാസന്മാർക്ക്, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം അതിനുള്ള അനുവാദം കൊടുത്തു, ആരാധനാലയം പണിഞ്ഞു. എന്നാൽ ഇസ്രായേൽ ജനം ഒരിക്കലും യഹോവയായ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തില്ല. അവർ തന്നിഷ്ടക്കാരായി നടന്നു. അവർക്ക് ബോധിച്ചതുപോലെ അവർ നടന്നു. യെരൂശലേമിന്റെ ദേവാലയത്തിൽ അവർക്ക് മുടങ്ങാതുള്ള പ്രാർത്ഥനകൾ നടത്തുകയും ദൈവത്തിന് വേണ്ടതാകുന്ന യാഗങ്ങൾ കഴിച്ചും ദൈവപ്രീതി പിടിച്ചു പറ്റിയും ജീവിക്കണം എന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. പക്ഷെങ്കിൽ അവരവരുടെ ഇഷ്ടം പോലെ നടന്നു. ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുത്തില്ല. അവർ ദൈവത്തെ നമിക്കുന്നതിൽ, സ്തുതിക്കുന്നതിൽ അവര് വിമുഖത കാണിച്ചു. അവരെല്ലാ ദിവസവും കഠിനാധ്വാനികളായിട്ട് അവർ അധ്വാനിച്ചു. അവരുടെ ഭൂമിക്ക് പോലും അവര് സ്വസ്ഥത കൊടുത്തില്ല. യഹോവയായ ദൈവത്തിന് അവരുടെ മേൽ കോപം ജ്വലിച്ചു. ഭൂമിക്ക് സ്വസ്ഥത ഉണ്ടാകുവാൻ തക്കവണ്ണം ചില സംരക്ഷണങ്ങളിലേക്ക് അവരെ പ്രവാസികളാക്കി വിട്ടു. അവയിൽ രാജാവായിരുന്ന നെബൂഖദ്നേസർ കടന്നു വന്ന് യെരൂശലേമിനെ നിരോധിച്ചു. അവരെ പ്രവാസികളാക്കി പിടിച്ചുകൊണ്ടുപോയി. യഹൂദന്മാരെ ഒന്നടങ്കം പ്രവാസികളാക്കി പിടിച്ചുകൊണ്ടുപോയി. അവരോട് പ്രവാസ ജീവിതത്തിലായിരിക്കുന്ന സമയത്ത് ഇതാ സ്വദേശാഭിമാനിയായ ഒരു ഭക്തൻ പാടുന്ന സങ്കീർത്തനമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അവരോട് ചെന്ന് പാർത്തവൾ കേബാർ നദിയുടെ തീരത്താണ്. ബാബേൽ നദി എന്നും പറയുന്നുണ്ട്. യെഹെസ്കേൽ പുസ്തകത്തിൽ നമുക്ക് കേബാർ നദി എന്നും പറയുന്നുണ്ട്. ഇവിടെ വായിക്കുന്നത് ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. കാരണം ഇവിടെ ഇവർക്ക്
ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമില്ല. ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ല. എന്നാൽ യെരുശലേമിൽ അവർക്ക് ആരാധിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. യെരുശലേമിൽ അവർക്ക് ആരാധിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ആരാധനയോടത്തേണ്ട വലിയ വില കൽപ്പിച്ചില്ല. ആരാധന അവർക്ക് വലിയ ഗൗരവമായിട്ട് കണ്ടില്ല. ഇന്നും അങ്ങനെയാണ്. ആരാധനയ്ക്ക് പോകുക, ആരാധനാ കൂട്ടായ്മകളിൽ സംബന്ധിക്കുക, ആത്മീയ ജീവിതങ്ങൾ അനുഭവിക്കുക, ദൈവത്തെ അറിഞ്ഞ് ദൈവിക ആരാധന പ്രകാരം ജീവിക്കുക എന്നുള്ളതൊന്നും വിശ്വാസികൾക്ക് പോലും വലിയ അത്യാവശ്യ കാര്യമല്ല. നാമധേയ ക്രിസ്ത്യാനികളെ നമ്മൾ നോക്കിയാൽ തന്നെ അവരെയും കാണുന്നുണ്ട്. അവർക്ക് വ്യാപാരം ചെയ്യുന്നവർ ഞായറാഴ്ചയും കട തുറന്ന് വ്യാപാരം ചെയ്യും. കൃഷിപ്പണിക്ക് പോകുന്നവർ ഞായറാഴ്ചയും അവർക്ക് കൃഷിപ്പണിക്ക് പോകും. മറ്റു തര പ്രവർത്തനങ്ങളിലും ബിസിനസ്സുകളൊക്കെ ഏർപ്പെടുന്നവരൊക്കെ അവർക്ക് ശനിയാഴ്ച ഏതാ, വെള്ളിയാഴ്ച ഏതാ, ഞായറാഴ്ച ഏതാ, തിങ്കളാഴ്ച ഏതാന്ന് അറിയാത്ത ചിന്തിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഓടുകയാണ്. അവർ അധ്വാനിക്കുന്നത് പണത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്. പക്ഷേ ദൈവം പറയുന്നു, നിങ്ങൾ 6 നാൾ അധ്വാനിച്ചിട്ട് 7-ാം നിങ്ങൾ സ്വസ്ഥമായിരിക്കണം. അത് ദിവസം എനിക്ക് ശബ്ദമാണ്. ആ ദിവസം നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. നിങ്ങൾ ആരാധനയിൽ ആ സമയം ചെലവഴിക്കണം. പക്ഷെ അതിനുവേണ്ടി ഇന്ന് വിശ്വാസികളെന്ന് പറയുന്നവർക്ക് പോലും ആ കാര്യത്തോട് വലിയ താല്പര്യമൊന്നും വിമുഖതയാണ്. ആരാധനയ്ക്ക് പോയാൽ തന്നെ സമയം കഴിഞ്ഞാൽ ചെല്ലുകയുള്ളൂ. ചെന്നാൽ തന്നെ ആരാധിക്കേണ്ട രീതിയിൽ ആരാധിക്കത്തില്ല. അവർക്കത് കൈയടിക്കാൻ വയ്യ, പാട്ടുപാടുവാൻ വയ്യ. പരിശുദ്ധാത്മാവിൻ്റെ ആ അനുഭവത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ലോകവും ജഡവും പിശാചിനാൽ അവർ പിടിക്കപ്പെട്ടിരിക്കുക. അവർക്ക് ആരാധനാ ജീവിതത്തിൽ പോലും വേണ്ട ഗൗരവം കൊടുക്കുന്നില്ല. ഇതും കാണുന്ന വിഷയമാണ്. എന്നാൽ അതിൻ്റെ ഒരു ഭാഗം മനുഷ്യർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് കോവിഡ് സമയത്താണ്. കോവിഡ് സമയത്ത് ആരാധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. അത് വ്യക്തികൾ തമ്മിലുള്ളതാകുന്ന അകലങ്ങൾ, അത് വ്യക്തികൾ തമ്മിൽ കൂടരുതെന്നും ഒരു കൂട്ടം കൂടരുതെന്നും ഒരു ഭവനത്തിലുള്ളവർക്ക് പോലും അവർക്കൊരു അകലം വേണം എന്നുള്ളതാകുന്നൊരു നിയമം വന്നപ്പോൾ ആരാധന പോലും മുടങ്ങപ്പെട്ടു പോയി. വർഷങ്ങളോളം ആരാധന മുടങ്ങപ്പെട്ടു പോയി. ആരാധനയ്ക്ക് ആർക്കും പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് സാധിക്കാതെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ അത് കണ്ടതാകുന്ന ചില മാധ്യമങ്ങളിലൂടെ, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ, യൂട്യൂബുകളിലൂടെയൊക്കെ വീട്ടിലെ ആരാധന എന്ന് പറയുന്നതാകുന്ന ഓൺലൈൻ ആരാധനകൾ തുടങ്ങി. അപ്പോൾ അവരവർക്ക് അവരുടെ വീടുകളിലിരുന്ന് ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഒരുക്കി. അത് നിമിത്തമായിട്ട് കോവിഡാനന്തര കാലത്തിൽ ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഓൺലൈൻ ആരാധനകൾക്കും ഓൺലൈൻ മിനിസ്ട്രി പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ ഒന്നുകൂടെ വ്യാപിക്കുകയുണ്ടായി. അതുകൊണ്ട് എന്ത് പറ്റി? അനേകരും ഇന്ന് വീട്ടിലെ ആരാധന തന്നെയായിട്ടിരിക്കുകയാണ്. ആരാധനകൾക്ക് തങ്ങളുടെ ചർച്ചകളിൽ പോകുന്നതിൽ വലിയ താല്പര്യമില്ല. കാരണം ഓരോരോ മിനിസ്ട്രികളുടെ ഓരോരുത്തരുടെയും ഓൺലൈൻ ആരാധനകൾ വീട്ടിലിരുന്നുകൊണ്ട് മൊബൈലിലൂടെയും ടിവികളിലൂടെയും കാണുവാൻ തക്കവണ്ണം സംവിധാനം ഒരുക്കിയതുകൊണ്ട് ആരാധനയ്ക്ക് പോകുക എന്നുള്ളത് ഒരു വിശുദ്ധ ദിവസം, ആരാധന ദിവസം സ്വജനത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ കൂട്ടായ്മ ആരാധിക്കുവാനും അനുഭവിക്കാനും ഒക്കെ ഇന്ന് പലർക്കും ഇന്ന് വലിയ വിമുഖതയായിരിക്കുക. കാരണം അവരുടെ വീടുകളിൽ ആരാധന ചെല്ലുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാരുടെ മെസ്സേജുകൾ മീഡിയകളിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ആരാധനയുടെ താല്പര്യം, ചെന്ന് അനുഭവിക്കുന്നതിന് താല്പര്യം, അതിനകത്തും വലിയൊരു അപാകതയുണ്ട്, അതിനും വലിയ പരാജയമുണ്ട്, അതിനും വലിയ പോരായ്മയുണ്ട്. അതൊക്കെ അനന്തരം വരുന്ന ഭാവി കാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ കോവിഡ് കാലത്ത് ആരാധനയ്ക്ക് പോകാതിരുന്നൊരു ജനം വളരെ വേദനപ്പെട്ടവരുണ്ട്. എന്നാൽ അങ്ങനെ വേദനപ്പെട്ട ആരംഭകാലത്തിൽ കോവിഡ് സമയത്തിൽ ആരാധനയ്ക്ക് പോകാൻ സാധിക്കാതെ ഭാരപ്പെട്ടവർ പോലും പിന്നീട് ദീർഘകാലങ്ങൾ ആരാധന മുടങ്ങിയിരുന്നപ്പോൾ അവരുടെ ആത്മീയ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി. അവരുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ മങ്ങിപ്പോയി. അവരിപ്പോൾ ആരാധന വലിയ ശുഷ്കാതിയൊന്നും ഇല്ലാതായി. എന്താണ്? ഇതെല്ലാം അന്ത്യകാല ലക്ഷണങ്ങളാണ്. സാത്താൻ പിശാച് മനുഷ്യനെ പിടിക്കുന്നതിൻ്റെ ഓരോരോ അടയാളങ്ങളാണ്. ഇവിടെ നോക്കണമേ, വായിച്ച വാക്യങ്ങളിലേക്ക്, നമ്മുടെ വിഷയങ്ങളിലേക്ക് മടങ്ങി വരാം. യെരുശലേമിൽ അവർക്ക് ആരാധന ഉണ്ടായിരുന്നു. എന്നാൽ യെരുശലേമിൽ അവരായിരിക്കും കാലങ്ങളിൽ അവർക്ക് ഗൗരവം തോന്നിയില്ല, വലിയ അത്യാവശ്യമൊന്നും തോന്നിയില്ല. അവരവരുടെ ഇഷ്ടപ്രകാരം നടന്നു. എന്നാൽ നെബൂഖദ്നേസർ, ബാബേൽ രാജാവ് നെബൂഖദ്നേസർ കടന്നു വന്ന് യെരുശലേമിനെ നിരോധിച്ചു. അതിനെ കുപ്പക്കൂനിയാക്കി യഹൂദന്മാരെ ഒന്നടങ്കം പിടിച്ചുകൊണ്ടുപോയി പ്രവാസ ജീവിതത്തിലേക്ക്. അവരൊരു കൂട്ടം ബാബേൽ നദിയുടെ തീരത്തിരിക്കുകയാണ്. അവരവിടെ പ്രവാസികളായിരിക്കുമ്പോൾ അവർ അടിമകൾ തുല്യമാണ്. പ്രവാസ ജീവിതത്തിൽ സുഖജീവിതമല്ല.
അവരെ അടിമകൾ ജീവിതമാണ്. കാരണം ആ ദേശവാസികൾ, ബാബേൽ ജനതകൾ യഹൂദന്മാരെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. അവരെ ആക്ഷേപിക്കുന്ന നിലവാരങ്ങളിലേക്ക് എത്തി, അവരെ നിന്ദിക്കുന്ന നിലവാരങ്ങളിലേക്ക് എത്തി. അവർക്കുള്ള വിലയും നിലയും ലഭിക്കാത്ത സാഹചര്യങ്ങൾ പൊതുജനത്തിന്റെ ഇടയിൽ സംജാതമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. സ്വതന്ത്രം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അകപ്പെട്ട ഒരു സ്വദേശാഭിമാനിയാകുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്, ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ കുറിച്ച് ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. പ്രവാസത്തിൽ പോയപ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം സിയോനെ കുറിച്ച് ഓർത്ത് കരയുകയാണ്. അവിടെ ഞങ്ങൾക്ക് ആരാധന ഉണ്ടായിരുന്നു, പക്ഷെ ആരാധിക്കാൻ പോകാൻ സമയം കിട്ടിയില്ല. അവിടെ ഞങ്ങൾക്ക് ആരാധന ഉണ്ടായിരുന്നു, പോകാൻ ഗൗരവമില്ലായിരുന്നു. അവിടെ യെരൂശലേം ആലയം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ പോകാൻ നമുക്ക് താല്പര്യം തോന്നിയില്ല. ഇവിടെ ആലയമില്ല. ഇവിടെ എവിടെയാണ് ഇരിക്കുന്നത്? ബാബേൽ നദിയുടെ തീരത്ത്. അവര് നദിയുടെ തീരത്തിൽ കൂടി ഒന്ന് ആരാധിക്കാൻ നോക്കുകയാണ്. അവിടെ അവർ ആരാധനയ്ക്ക് വേണ്ടി കൂടി വരുമ്പോൾ, അവരുടെ വാദ്യോപകരണങ്ങളോട് കൂടി അവർ കൂടി വരുമ്പോൾ ആ ദേശവാസികളൊന്ന് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പാട്ടൊന്ന് പാടിക്കേ. നമ്മളെ പാട്ടിനെ കേൾക്കാൻ വേണ്ടിയുള്ള നല്ല ബോധത്തോടു കൂടിയല്ല, ദൈവാത്മ പ്രേരണയോട് കൂടിയല്ല, ഒരു ആക്ഷേപ സ്വരത്തിൽ, നിന്ദാസ്വരത്തിൽ, അപഹാസ രീതിയിൽ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാട്ടൊന്ന് പാടിക്കേ. ഇവിടെ പറയുകയാണ്. അതിന് നടുവിലെ അലരക്ഷണം അവർക്ക് അവരുടെ അലരക്ഷണം ഞങ്ങള് ആ കിന്നരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിന്നരങ്ങളുണ്ടായിട്ടില്ല ഫലമല്ല. കിന്നരങ്ങൾ അവർക്കുണ്ട്. വായിക്കുന്നു, അവർ ബാബേൽ നദിയുടെ തീരത്തുള്ളതാകുന്ന അവരതിന്റെ അലറി വൃക്ഷങ്ങളിൽ മേൽ അവരുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. യെരൂശലേമിൽ ഇത് നല്ല രീതിയിൽ പാടി ആരാധിച്ചാണെങ്കിൽ ഇത് വരത്തില്ലായിരുന്നു. ഇത് ആരാധനയ്ക്ക് ഗൗരവം കൊടുക്കാതെ, ഈ ആരാധനാ ജീവിതത്തിന് വേണ്ടതാകുന്ന മഹത്വം കൊടുക്കാതെ, ആരാധന ജീവിതത്തിന് വേണ്ടെന്ന് വില കൽപ്പിക്കാതെ പോകുന്ന ഓരോരുത്തർക്കും ഉള്ളതാകുന്ന ഒരു സൂചനയാണിത്. ആരാധനയ്ക്കും ദൈവിക കൂട്ടായ്മകൾക്കും അത് വേണ്ടതാകുന്ന മാന്യത കൊടുക്കാതെ, അതിന് വേണ്ട വില കൊടുക്കാതെ, തന്റെ ഇഷ്ടപ്രകാരം താൻ തോന്നികളായിട്ട് തന്നെ ബോധിച്ചതുപോലെ നടക്കുന്ന ജീവിതങ്ങൾക്ക് ഇനിയും വരും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു അനുഭവമാണിത്. വാദ്യോപകരണങ്ങളുണ്ട്, പക്ഷെ വാദ്യോപകരണങ്ങൾ ഇവിടെ എത്തിയിരിക്കണ്ടോ? ഇവിടെ അവർക്ക് പാടാൻ അനുവാദമില്ല. പാടിയാൽ തന്നെയും അതേ പണ്ട് കാലത്തൊക്കെ നമ്മൾ കാണുമായിരുന്നു, ചന്തകളിലാണെങ്കിൽ കുരങ്ങിനെയും കൊണ്ടുവന്ന്, അതേ ഒരു കൂട്ടം ജനം ചില കുരങ്ങുകളെയും കൊണ്ടുവന്ന് അവരെ തീയിലൂടെ ചാടിച്ചും അവരെ റിങ്ങിലൂടെ ചാടിച്ചുമൊക്കെ അവരെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്ന ഒരു പ്രത്യേക അനുഭവം. ചാടടാ രാമ എന്ന് പറഞ്ഞവരെ ചാടിക്കുന്നു. ചാടടാ രാമ എന്ന് പറയുമ്പോൾ അവർ അങ്ങോട്ട് ചാടുന്നു. ചാടടാ രാമ എന്ന് പറയുമ്പോൾ ആ കുരങ്ങന ആ റിങ്ങിലൂടെ ചാടുന്നു. ആ കുരങ്ങനെ ഇട്ട് അതിന് നടുക്കെട്ട് കെട്ടുണ്ട്. നടുക്കെട്ട് കെട്ടിയിട്ട് ആ കുരങ്ങനെ ഇട്ട് ഇങ്ങനെ കളിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യമില്ല, കുരങ്ങനെ ചാടാൻ സ്വാതന്ത്ര്യമില്ല. അതിന്റെ നടുക്ക് മുറുക്കിയ ഒരു കെട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇന്ന് വിശ്വാസി മക്കളെയും പിശാച് വല്ലാത്ത രീതിയിൽ രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ പിടിച്ചു മുറുക്കി വെച്ചിരിക്കുകയാണ്. കുരങ്ങ് കളിപ്പിക്കുന്നവർ കുരങ്ങനെയിട്ട് കളിപ്പിക്കുന്ന പോലെ ഇന്ന് പിശാച് അത് പല വിശ്വാസികളെയും പല ജീവിതങ്ങളെയും പല ക്രിസ്ത്യാനികളെയും ഇന്ന് കെട്ടിയിട്ട് ചാടിപ്പിക്കുകയാണ്. ഇവിടെ ബാബേലിൽ അവര് ഇപ്രകാരമുള്ളതായ ഒരു തിക്തമാകുന്ന വേദനാജനകമാകുന്ന അനുഭവമാണ് അവർ അനുഭവിക്കുന്നത്. അവർക്ക് കിന്നരമൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ കിന്നരം അവർ അലരി വൃക്ഷത്തിൽ തൂക്കി, അല്ലയോ ഇസ്രായേലേ, അല്ലയോ യഹൂദനെ, അല്ലയോ ദൈവത്തിന്റെ പൈതലേ, നിന്റെ അലരി വൃക്ഷത്തിന്മേൽ തൂക്കിയിടാനുള്ളതാണ് നിന്റെ കിന്നരം. കിന്നരം എടുത്തുകൊണ്ട് വായിച്ചുകൊണ്ട് നീ അനുഗ്രഹം പ്രാപിക്കേണ്ടതല്ലേ? കിന്നരം എടുത്തുകൊണ്ട് നീ വായിക്കുമ്പോൾ അതേ മറ്റൊരുവന്റെ അത് വിടുതൽ ലഭിക്കേണ്ടതല്ലേ? സൗഖ്യം ലഭിക്കേണ്ടതല്ലേ? സമാധാനം ലഭിക്കേണ്ടതല്ലേ? പ്രത്യാശ ജനിക്കേണ്ടതല്ലേ? അനുഭവങ്ങളെ ദൈവാത്മ വെളിപ്പെടുത്തേണ്ടതല്ലേ? നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ശൗൽ രാജാവിന് ദൈവത്താൽ ഐക്യപ്പെട്ടതാകുന്ന ദുരാത്മാവ് കടന്നു വരും. ശൗൽ രാജാവിന് യഹോവയായ ദൈവത്താൽ ഐക്യപ്പെട്ടതാകുന്ന ദുരാത്മാവ് കടന്നു വരുമ്പോൾ അഭിഷക്തനാകുന്ന ദാവീദ് എന്ത് ചെയ്യും? ദാവീദ് തന്നെ കിന്നരമെടുത്ത് വായിക്കും. ദാവീദ് ശൗലിന്റെ അടുക്കൽ ചെന്നിരുന്നു കൊണ്ട് ദുരാത്മാവ് ബാധിച്ച് ആ ഭ്രാന്തനെ പോലെ പിച്ചും പറയുന്ന അതേ സുബോധം നഷ്ടപ്പെട്ടു പോകുന്ന പിശാച് കയറിയതാകുന്ന ശൗലിന്റെ അടുക്കൽ ദാവീദ് ചെന്നിരുന്നുകൊണ്ട് കിന്നരം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. ദാവീദ് കിന്നരം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ശൗലിലുണ്ടായിരുന്ന ദുരാത്മാവ് അവനെ വിട്ടുപോകും. ദൈവത്തിന്റെ സ്വന്തം ഈ ഒരു പുസ്തകത്തിൽ വായിക്കുന്നു, മനുഷ്യർ അവന്റെ നേരെ കരം കൊട്ടും അവന്റെ ഇരിപ്പിടത്തിൽ നിന്ന് അവനെ വിരട്ടി ഓടിക്കും. മനുഷ്യർ അവന്റെ നേരെ ആളുടെ നേരെ സാധാരണ നേരെ കരം കൊട്ടും അവന്റെ ഇരിപ്പിടത്തിൽ നിന്ന് അവനെ വിരട്ടി ഓടിക്കും. അപ്പൊ നമ്മുടെ കയ്യടിയാണ്
ദൈവം നമുക്ക് തന്നിരിക്കുന്ന കിന്നരമാണിത്. ഇതിനെ അടിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴുണ്ടല്ലോ വിടുതൽ വെളിപ്പെടുകയാണ്. ഈ കിന്നരത്തെ അടിച്ച് രണ്ട് കരങ്ങളെയും അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവപ്രവൃത്തി നടക്കും. നമ്മുടെ കയ്യടിയുടെ ശബ്ദം, നമ്മുടെ ആരാധനയുടെ ശബ്ദം എത്രയും ദൂരം വരെ എത്തുമോ അത്രയും ദൂരെയുള്ളതാകുന്ന പൈശാചിക ശക്തികൾ അത് ഭയന്നു പോകും, വിറച്ചു പോകും, മാറിപ്പോകും. നമുക്കറിയാമോ, 100 പേര് രാഷ്ട്രീയക്കാരായാലും മറ്റിതര ആ സമൂഹത്തിൽപ്പെട്ടവരായാലും 100 പേര് ഒരിടത്ത് കൂടി അവരെത്ര ഒച്ചപ്പാടുണ്ടാക്കിയാലും നമ്മളിലൊരു 4 പേര് കൂടിയിട്ട് ദൈവാകൃപയും ദൈവാത്മശക്തിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കരങ്ങളെ അടിച്ചൊന്ന് ആരാധിച്ച് 100 പേര് കൂടിയാൽ ഉച്ച ഉണ്ടാകുന്നതിന് അപ്പുറമായിട്ട് ആ ശബ്ദം വെളിപ്പെടും. ദൈവത്തെ സ്വതന്ത്രം ചെയ്യാം. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഒരു കാര്യം എനിക്ക് ദൈവാത്മാവിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് ഹായി പട്ടണത്തിന്റെ അടുക്കൽ അവർക്ക് ആ യെരുശലേമിന്റെ അടുക്കൽ ചെന്നു. അവർക്ക് എരിഹോവിന്റെ അടുക്കൽ എരിഹോവിന്റെ അടുക്കൽ ചെന്നു. ഇസ്രായേൽ ജനം എരിഹോവിന്റെ അടുക്കൽ വരുമ്പോൾ എരിഹോവിനെ അവര് ആയുധം കൊണ്ടല്ല, അവര് പീരങ്കികൾ കൊണ്ടല്ല, ബോംബുകൾ കൊണ്ടല്ല, മറ്റുള്ളതാകുന്ന ഉപകരണങ്ങൾ കൊണ്ടോ യന്ത്രോപകരണങ്ങൾ കൊണ്ടോ അല്ല എരിഹോവിന്റെ വന്മതികളെ തകർത്തത്. എങ്ങനെയാണ് തകർത്തത്? പുരോഹിതന്മാർ യഹോവയെ അത്യുച്ചത്തിൽ മഹത്വപ്പെടുത്തി. യഹോവയായ ദൈവത്തെ അത്യുച്ചത്തിൽ എരിഹോവിന് ചുറ്റും നിന്നുകൊണ്ട് യഹോവയായ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ എരിഹോവിന്റെ മതിലുകൾ നിലം പതിച്ചു. ഇസ്രായേൽ ജനം എരിഹോവിലേക്ക് കടന്നു. നമ്മുടെ കയ്യടിയായാലും നമ്മുടെ ആരാധനയായാലും അതിലൊക്കെ വലിയ ദൈവപ്രവൃത്തിയുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ചിന്തിക്കുന്ന അപ്പുറമാണ്. കടിച്ചാരാധിക്കണം. ആരാധന വരുമ്പോൾ കൈയടിച്ച് ആരാധിക്കണം. നോക്കണമേ, കിന്നരം അവർക്ക് യെരുശലേമിൽ പാടാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. കിന്നരങ്ങളോ വീണകളോ വാദ്യോപകരണങ്ങളോ തന്ത്രനാദങ്ങളോ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവർക്ക് യെരുശലേമിൽ അവർക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. പക്ഷേ യെരുശലേമിൽ വാഴും കാലത്തിൽ, വസിക്കും കാലത്തിൽ അവർക്ക് ഗൗരവം തോന്നിയില്ല. നിസാരമായി തോന്നിയ ആരാധനയ്ക്ക് കൊടുക്കേണ്ട ഗൗരവം കൊടുത്തില്ല. ദൈവം ബാബേൽ രാജാവിനെ അധികാരം കൊടുക്കുകയാണ്. അവന്റെ പേര് ജനത്തെ ഏൽപ്പിക്കുകയാണ്. ബാബേൽ രാജാവ് നെബൂഖദ്നേസർ കടന്നു വന്നിട്ട് യെരുശലേമിനെ നിയന്ത്രിച്ചു. യെരുശലേമിനെ നിയന്ത്രിച്ചിട്ട് യഹൂദന്മാരെ അവരൊന്നടങ്കം പിടിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ അവിടെ ആരാധനയില്ല, സ്വാതന്ത്ര്യമില്ല. പ്രവാസ ജീവിതം വലിയ ദുഃഖകരമാണ്. പ്രവാസ ജീവിതം വളരെ ക്ലേശകരമാണ്. പ്രവാസ ജീവിതം വളരെ വ്യസനകരമാണ്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും നമ്മൾ പ്രവാസികളായി പോകരുത്. പിശാചിന്റെ കയ്യിൽ നമ്മൾ അടിമകളായി പോകരുത്. ദൈവാത്മാവിനാൽ പരിപാലിക്കപ്പെടുന്ന, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന, ദൈവാത്മാവിനാൽ നിറയപ്പെടുന്ന ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മൾ എപ്പോഴും ജീവിക്കണം. ദുഷ്ട പിശാചിന്റെ കയ്യിൽ പ്രവാസ ജീവിതത്തിലേക്ക് പോകരുത്. ഇവിടെ അവരുടെ പ്രവാസികളായിരിക്കുന്നവർക്ക് പറ്റിയിരിക്കുന്ന ഒരു കുഴപ്പമെന്താണ്? അവരവിടെ ദൈവത്തെ പാടുവാനോ അവിടെ സ്തുതിക്കുവാനോ അവർക്ക് സ്വാതന്ത്ര്യമില്ല, ഫ്രീഡമില്ല, മനസ്സന്തോഷമില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ കിന്നരങ്ങളെ അവര് അലറി വൃക്ഷത്തിന്മേൽ തൂക്കിയിട്ടു. എന്നിട്ട് 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ട് പോയവർ സിയോൻ ഗീതങ്ങളെ ഒന്ന് ചെല്ലുവീനെന്ന് ഞങ്ങളോട് പറഞ്ഞു. സിയോൻ ഗീതങ്ങളെ ഞങ്ങളെ പീഡിപ്പിച്ചവർ ഞങ്ങളെ സന്തോഷത്തെ ഞങ്ങളോട് ചോദിച്ചു. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? അന്യദേശത്ത് ഞങ്ങൾ യഹോവയുടെ ഗീതം പാടുന്നത് എങ്ങനെ? കാരണം അത് ആരാധനയല്ല. അവിടെ അപമാനിക്കലാണ്. ദൈവാത്മാവിന്റെ ആരാധനയല്ല അവിടെ നടക്കുന്നത്. ദൈവനാമത്തെ അപമാനിക്കാൻ തക്കണം അവിടുത്തെ ബാബേൽ ജനതകൾ അവരെ ആക്ഷേപിക്കാൻ നോക്കി. നിങ്ങളെ പാട്ടൊന്ന് പാടിക്കേ, നിങ്ങളെ പാട്ടൊന്ന് കേൾക്കട്ടെ, നിങ്ങൾ സിയോൻ ഗീതം ഒന്ന് പാടിക്കേ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് പാടിപ്പിച്ചിട്ട് അവർ സന്തോഷിക്കാൻ നോക്കിയാണ്. നോക്കണമേ, സ്വാതന്ത്ര്യമുള്ളപ്പോൾ സ്വാതന്ത്ര്യമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ആ ജനത്തിന് താല്പര്യമില്ലായിരുന്നു. അവരതിനു വേണ്ടി ഒരുങ്ങിയില്ല. അപ്പോൾ പ്രവാസത്തിൽ അകപ്പെട്ടപ്പോൾ അവർ വലിയ വേദന അനുഭവിക്കുകയാണ്. നമ്മൾ കുറിവാക്യമായി വായിച്ചത് 5-6 വാക്യങ്ങളാണല്ലോ. എന്നിട്ട് 7-ാമത്തെ വാക്യത്തെ വായിക്കുമ്പോൾ പറയുന്നു, ഇടിച്ചു കളവിൻ അടിസ്ഥാനം വരെ ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമിർക്കായി യഹോവയെ യെരുശലേമിൽ നാൾ. ഇവിടെ ഏദോമിലേക്കാണ്. ആരാണ് ഏദോമിർ? ഏശാവിന്റെ സഹോദരനാണ്, യാക്കോബിന്റെ സന്തതി പരമ്പരയാണ്. ഏശാവിന്റെ സന്തതി പരമ്പരയാണ്. യാക്കോബിന്റെ അല്ല, ഏശാവിന്റെ സന്തതി പരമ്പരയാണ് ഏദോമിർ. യാക്കോബിന്റെ സന്തതി പരമ്പരയാണല്ലോ ഇസ്രായേൽ ജനം. ഇവിടെ നോക്കണമേ, ഇവിടെ ഇവര് ഏദോമിർ ഈ
ഏശാവിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടതാകുന്ന ഏദോമിര് അവര് ഭയങ്കരമായ രീതി ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കുന്നുണ്ട്. ബാബേൽ രാജാക്കന്മാർ വന്ന് ബാബേൽ സൈന്യം വന്നിട്ട് ഈ യെരൂശലേമിനെ നിരോധിച്ച് ഈ യഹൂദന്മാരെ പ്രവാസികളാക്കി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ഏദോമിന് പറയുകയാണ്, എന്താണ് പറഞ്ഞത്? ഇടിച്ചു കളവീൻ, അടിസ്ഥാനം വരെ ഇടിച്ചു കളവീൻ എന്നിങ്ങനെ അവർ പറഞ്ഞ ഏദോമിർക്ക് യഹോവ യെരൂശലേമിൽ നാളും. അപ്പൊ ഏദോമിന് സ്വന്തം സഹോദരന്മാരെ അന്യജാതി രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്ത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വന്തം സഹോദരന്മാർ തന്നെ പറയുകയാണ്, ഏദോമിന് പറയുകയാണ്, യേശാവിന്റെ സന്തതി പരമ്പര പറയുകയാണ്, യാക്കോബിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഈ യഹൂദന്മാരെ പ്രവാസികളാക്കി അന്യ രാജാക്കന്മാർ വന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഏദോമിന് പറയുകയാണ്, എന്താണ് പറഞ്ഞത്? ഇടിച്ചുകളവീൻ, അടിസ്ഥാനം വരെ ഇടിച്ചുകളവീൻ, തകർത്ത. ഇവിടെ ഇങ്ങനെയുണ്ട്, വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ. സ്വന്തം സഹോദരന് ദോഷം ചെയ്യുവാൻ മടിക്കാത്തവർ, അവരെ കുറിച്ച് ദോഷം പറയുവാൻ മടിക്കാത്തവർ. ഏദോമി എന്താണ് അവരിൽ? സ്വന്തം സഹോദരനാണ്, സ്വന്തം രക്തമാണ്, സ്വന്തം പ്രിയപ്പെട്ടവരാണ്, സ്വന്തം മാതാപിതാക്കളാണ്, സ്വന്തം മക്കളാണ്, സ്വന്തപ്പെട്ടവരാണ്, സ്വന്തം സമാജനമാണ്. അത് അവരെ കുറിച്ച് ദോഷം ജാതികളോട് പറയുവാൻ മടിയില്ല. ഇവിടെ ജാതികൾ വന്ന് യെരൂശലേമിനെ നിരോധിച്ചതിനെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം സഹോദരൻ അടുത്തുള്ളതാകുന്ന അത് ഏദോമിനെ പറയാം. ഏദോമിന് അഹങ്കാരികളാണ്. നമ്മള് ഒബദ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഒബദ്യാവിന്റെ പുസ്തകം ഒന്ന് വായിച്ച്, ഒബദ്യാവ് ഒറ്റ അധ്യായം മാത്രമുള്ള ഒബദ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏദോമിനെ കുറിച്ച്, ഏദോമിന്റെ നാശത്തെ കുറിച്ച് പറയുകയാണ്. ഇരിമ്യാവ് പ്രവാചകനും ഏദോമിന്റെ നാശം പ്രവചിക്കുന്നുണ്ട്. ഒബദ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. രണ്ടാമത്തെ വാക്യം, ഞാൻ നിന്നെ അല്പമാക്കിയിരിക്കുന്നു, നീ അത്യന്തം ധിക്കരിക്കപ്പെട്ടിരിക്കുന്നു, പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും ആർ എന്നെ നിലത്ത് തള്ളിയിടും എന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായവനെ, നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം അഹങ്കാരബോധമാണ്. ഇന്ന് പല മനുഷ്യർക്കും ഇങ്ങനെ അഹങ്കാരബോധമുണ്ട്. അവര് പ്രാർത്ഥിക്കുകയും ഒരുപക്ഷെ കൈയടിക്കുകയും ഒരുപക്ഷെ സ്തോത്രം ചെയ്യുകയും അവർ ഉപസിക്കുകയൊക്കെ ചെയ്തെന്നിരിക്കും. പക്ഷെങ്കിൽ അവരുടെ ഉള്ളിൽ രക്തത്തിൽ അടിഞ്ഞു കിടക്കുന്ന അഹങ്കാരബോധമാണ്. ആരെയും അവരനുസരിക്കത്തില്ല, ആരുടെ മുൻഭാഗം ഒട്ടുമടക്കത്തില്ല, ആരുടെ മുൻഭാഗം തലകുനിക്കത്തില്ല. അയ്യോ സോറി, എനിക്കങ്ങനെ പറ്റിപ്പോയി എന്ന് പറയുവാൻ ഇങ്ങനെയുള്ളവരുടെ വായിൽ നാക്കിൽ വരികയില്ല. അനുതാപമില്ല. അഹങ്കാരം കൊണ്ട് അവർ തിളയ്ക്കുന്ന ഹൃദയമാണ്. ഒരുപക്ഷെ അവരുടെ നല്ല ശാന്തതയൊക്കെ പോലെ സംസാരിച്ചാലും ഒരു ചെറിയ വിഷയം വരുമ്പോൾ അവർ പൊട്ടിത്തെറിക്കും. ഏദോമിന്റെ ഒരു പ്രത്യേകത, അവരുടെ നാശത്തിന് ഏറ്റവും കാരണമായി തന്നെ അഹങ്കാരമായിരുന്നു. ഇവിടെ പറയുന്നു, ഉന്നതവാസമുള്ളവരും ആരും നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനെ, നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. അഹങ്കാരം നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ വരും. ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ വരും. നമ്മുടെ അഹങ്കാരം തന്നെ നമ്മളെ ചതിക്കും. നമ്മുടെ ചില സ്വഭാവങ്ങളാണ് നമുക്ക് ദോഷം വരുന്നത്. ചിലരുടെ ജീവിതത്തിൽ ഒരിക്കലും നന്മ വരാതിരിക്കാൻ കാരണം അവരുടെ നാക്കാം. നല്ല മനുഷ്യരെ പോലൊക്കെ അവർ അഭിനയിക്കും, നല്ല മനുഷ്യരെ പോലൊക്കെ അവർ നടക്കും. ചിലപ്പോൾ നല്ല മനുഷ്യരെ പോലൊക്കെ അവർ നല്ല നല്ല വർത്തമാനമൊക്കെ പറയും. എന്നാൽ ചില സമയത്ത് ഒരു നാക്കെടുത്തൊന്ന് വളയ്ക്കുന്നതുണ്ടല്ലോ, ആകാശം ഇടിഞ്ഞു വീഴുന്ന വാക്കായിരിക്കും. അതവരുടെ നാശമാണ്, അതവർക്ക് ദോഷമാണ്, അതവരുടെ ജീവിതത്തിന്റെ അന്ത്യം വരെയുമുള്ളതാകുന്ന ഒരു ശാപമാണ് ജനങ്ങളുടെ നാക്ക്. അവർ നാക്കെടുത്ത് വളച്ചാൽ ദോഷമേ വായിൽ നിന്ന് വരികയുള്ളൂ, നെഗറ്റീവേ വായിൽ നിന്ന് വരികയുള്ളൂ. കോപത്തിന്റെയും ക്രോധത്തിന്റെയും ദാഷ്ട്യത്തിന്റെയും വാക്കുകളെ വരികയുള്ളൂ. ചിലരുടെ പ്രത്യേകതയാണ്. അങ്ങനെയുള്ളവരൊക്കെ ദിവസമേ പ്രാർത്ഥിക്കണം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ, എന്റെ മനസ്സൊരുക്കമുള്ള ആത്മാവിനിക്ക് തരണമേ, എന്റെ നാവിനെ നീ ശുദ്ധീകരിക്കണമേ, എന്നിട്ട് അകലദ്വാരത്തെ നീ അവിടുന്ന് കാക്കണമേ എന്ന് ദൈവത്തിന് പ്രാർത്ഥിക്കണം. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞതാണ്, ദാവീദിന്റെ ഭാര്യയായത് മീക്കളെന്ന് പറ്റി. ദാവീദ് അതേ അന്യജാതികളുടെ കയ്യിലിരുന്ന പെട്ടകം പരിമിതമായ പ്രതികൂലങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് ആ പെട്ടകത്തെ കൊണ്ടുവരാൻ ആപത്ത് പരിശ്രമിച്ചിട്ടും അവസാനം ആ പെട്ടകത്തെ കൊണ്ടുവരേണ്ട രീതിയിൽ കൊണ്ടുവന്ന്
അതിന് വെക്കേണ്ട രീതിയിലൊക്കെ വെച്ചു. എല്ലാം കഴിഞ്ഞിട്ട് തന്ന ഭാര്യയാകുന്ന മീക്കളിനെയും തന്നോട് കൂടെയുള്ളവരെയും അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ദാവീദ് തൻ്റെ ഭവനത്തിലേക്ക് അരമനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മീക്കൾ വർത്തമാനം പറയുകയാണ്, എൻ്റെ തോഴിമാർ കാണുക, നീ അങ്ങനെ നൃത്തം ചവിട്ടിയത് എൻ്റെ തോഴിമാരുടെ അത് എൻ്റെ ദാസന്മാരുടെ തോഴിമാരുണ്ടല്ലോ, അവർക്ക് അവരുടെ ഭാഗ്യം എനിക്ക് നാണക്കേടായിപ്പോയി, അങ്ങനെ ചെയ്തുകൂടായിരുന്നു. ദാവീദോട് മീക്കൾ പറയുകയാണ്, പബ്ലിക്കിൽ ഇങ്ങനെ നീ അങ്ങ് നൃത്തം ചവിട്ടിയത്, ഒരു പ്രാർത്ഥന പോലെ പെട്ടത്തിന് മുൻപാകെ നീ തുള്ളിച്ചാടിയത് മോശമായി പോയി, എനിക്കങ്ങ് അങ്ങ് മേലുവരുത്തു പോയി, ഞാനങ്ങ് നാണിച്ചു പോയി, ഇങ്ങനെയൊക്കെ ആകാമോ? നോക്കണമേ, അഹങ്കാരത്താൽ അറിയപ്പെട്ടതാകുന്ന ഒരു മീക്കളിന്റെ വാക്ക് തിരുവചനം നമ്മൾ വായിക്കുന്നു, നമ്മൾ ശുശ്രൂഷിക്കാറുണ്ട്, പറയാറുണ്ട്. തൊട്ടടുത്ത വാക്യം പറയുന്നു, അവളുടെ തലമുറയിൽ പിന്നെ അവൾക്ക് സന്താനങ്ങൾ ഉണ്ടായില്ല. എന്താ? വായിൽ നിന്ന് വന്നതാകുന്ന ഒരു നാക്കന്റെ വന്നതാകുന്ന ഒരു ശബ്ദം അവളുടെ തലമുറയെ അടച്ചു കളഞ്ഞു, അവളുടെ ഗർഭത്തെ അടച്ചു കളഞ്ഞു. അപ്പൊ നമ്മുടെ വായിലെ നാക്ക് നമുക്ക് പലപ്പോഴും വലിയ ദോഷം വരുത്തി വെക്കും. ഇവരുടെ അഹങ്കാര ഭാവം ഇവിടെ വായിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരം കൊണ്ട് നേരെ ഒരു ചതിവും ഉണ്ടാകത്തില്ല. വായെടുത്ത് സംസാരിക്കാതിരുന്നാൽ മതി. എന്നാൽ ഹൃദയത്തിൽ അഹങ്കാരമുള്ളവൻ വായെടുത്ത് സംസാരിക്കാതിരിക്കത്തില്ല, അവൻ അങ്ങ് വിളിച്ചു പറയും, ചാടിക്കയറും. അപ്പനോടാണോ സംസാരിക്കുന്നത്, അമ്മയോടാണോ സംസാരിക്കുന്നത്, മാതാപിതാക്കളോടാണോ സംസാരിക്കുന്നത്, സഹോദരങ്ങളോടാണോ സംസാരിക്കുന്നത്, ദൈവദാസനോടാണോ സംസാരിക്കുന്നത്, ഞാനൊരു ദൈവവൈദ്യനാണോ എന്നുള്ള ബോധമൊന്നുമില്ല, യാതൊരു ജ്ഞാനമില്ല, പരിജ്ഞാനമില്ല, വിവേകവുമില്ല. വചനം പറയുന്നു, നിന്റെ അഹങ്കാരം നിന്നെ നമ്മളുടെ അഹങ്കാരമാണ് പ്രിയരെ നമ്മളെ ചതിക്കുന്നത്. അതിനെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റുകയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ദോഷം വരാതെ നമുക്ക് നിയന്ത്രിക്കാൻ ഒരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, ദൈവമേ ഞാൻ ഇനി അങ്ങനെ സംസാരിച്ചാൽ ആ ആൾക്കൊരു ഗുണം വരുന്നെങ്കിൽ അത് വരാതിരിക്കാൻ ഞാൻ മിണ്ടാതിരിക്കാം. നമ്മളൊക്കെ ഒരാൾക്ക് ദോഷം വരാതിരിക്കാം, നമുക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം. പക്ഷെങ്കിൽ ഞാൻ തന്നെ വിവരക്കേട് പറഞ്ഞിട്ട് എനിക്ക് ദോഷം ഞാൻ വരുത്തി വെച്ചാൽ വേറെ ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഞാൻ തന്നെ വിവരക്കേടും ദൈവകോപവും ദൈവശാപവും വരുന്ന വാക്ക് ഞാൻ തന്നെ എൻ്റെ വായിലൂടെ പറഞ്ഞ് എന്റെ നന്മ തന്നെ ഞാൻ അടയ്ക്കുന്നുവെങ്കിൽ ആർക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റും? എനിക്ക് മാത്രമേ എന്നെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ല, എന്നെ വ്യാപരിക്കുന്ന ദൈവാത്മാവിന് മാത്രമേ പറ്റുകയുള്ളൂ. വളരെ പഠിക്കേണ്ട കാര്യമാണ്. നോക്കണമേ, നമ്മുടെ അഹങ്കാരം നമ്മളെ ചതിക്കും. വളരെ പഠിക്കേണ്ട കാര്യമാണ്. സമയം വളരെ കടന്നു പോകുന്ന നമുക്ക് വേഗം കഴിയുമ്പോൾ, നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ കൂടെ വെച്ചാലും അവിടെ ഞാൻ നിന്നെ പോകാൻ. ഈ ഏതോമിന്റെ പ്രത്യേകത പറഞ്ഞാൽ, ഏതോ പട്ടണം പണിഞ്ഞിരിക്കുന്നത് ഒരു പർവ്വത മുകളിലാണ്. അത് കിഴക്കാൻ നോക്ക് പർവ്വതമാണ്. വളരെ വളരെ ഇങ്ങനെ ഉയർന്ന ഭാഗത്തിൽ പെട്ടെന്ന് ആർക്കും അവിടെ കയറി ചെല്ലാൻ പറ്റുകയില്ല. ഒരു സൈന്യത്തിന് ഏതോമിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. കാരണം അത്ര ഉയർന്ന പർവ്വതത്തിന്റെ മുകളിലാണ് ഈ പട്ടണം പണിഞ്ഞിരിക്കുന്നത്. അതും കടും തൂക്ക് കുത്തനെ കിടക്കുന്ന പർവ്വതമാണ്. ചെറിയ വഴികളേ ഉള്ളൂ. എല്ലാവർക്കും അവിടെ വേഗം കയറി ചെല്ലാൻ പറ്റുകയില്ല. രണ്ടാമത്, ശത്രു സൈന്യം ചുറ്റിനും വരുന്നെങ്കിൽ അവർക്ക് ആ പർവ്വതത്തിന് മുകളിൽ ഇരുന്നുകൊണ്ട് കാണാം. അവർക്ക് അവരെ പർവ്വതത്തിന് മുകളിൽ ഇരുന്നുകൊണ്ട് അവരെ എതിർക്കാം, അവരോട് യുദ്ധം ചെയ്യാം, അല്ലെ അവരെ തകർക്കാം. ഇവിടെ ഇങ്ങനെയുള്ളതാകുന്ന ഒരു വാസം അവർക്കുണ്ട്. ഏതോ പേർക്കുള്ളൊരു അഹങ്കാരം ഇതാണ്. ഞങ്ങളെ ആർക്കും തകർക്കാൻ പറ്റുകയില്ല, ഞങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റുകയില്ല. അങ്ങനെ നോക്കിയിട്ടുള്ള ഒത്തിരി രാജ്യങ്ങളൊന്നും ഈ ഭൂമുഖത്തിലില്ല. ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പല രാജ്യങ്ങളിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ വലിയ ശക്തിയാണ്, ഞങ്ങളൊന്നും സംഭവമാണ്, ഞങ്ങളൊരിക്കലും പരാജയം കാണുകയില്ല എന്നൊക്കെ പറഞ്ഞ പല രാജ്യ നേതാക്കന്മാരിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. കാരണം പരാജയത്തിന് പടുവഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സ്വർഗത്തിലെ ദൈവം ഒരുവനെ എതിർത്താൽ, ദൈവം ഒരുവനോട് അകന്നു കഴിഞ്ഞാൽ ആർക്കും നിലനിൽപ്പില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നോക്കണമേ, ഈ ഒരു ഭാവം അവരിൽ കിടന്ന് അഹങ്കരിക്കുകയാണ്. ഏതോ പേർക്കൊരു ദോഷം വരികയില്ല. അപ്പോൾ തന്നെ ഇവിടെ എൻ്റെ 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിന്റെ സഹോദരനായ യാക്കോബ് നീ ചെയ്തത് സാഹസം നിമിത്തം ലജ്ജ നിന്നെ മൂടും. 9 വാക്യത്തിൽ വായിക്കുന്നു, ഏശാവിന്റെ പർവ്വതത്തിൽ ഏറ്റവും കൊലയാൽ ഛേദിക്കപ്പെടുവാൻ തക്കവണ്ണം തേമാനെ നിന്റെ വീരന്മാർ ഭ്രമിച്ചു പോകും. നിന്റെ സഹോദരനായ ഏശാവിനോട് നീ ചെയ്ത സാഹസം നിമിത്തം ലജ്ജ നിന്നെ മൂടും. നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. നീ എതിരെ നിന്ന നാളിൽ അന്യജാതിക്കാർ അവന്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോകുകയും അന്യദേശക്കാർ അവന്റെ ഗോപുരങ്ങളിൽ കടന്ന്
യെരൂശലേമിനെ ചീട്ടിടുകയും ചെയ്ത നാളിൽ തന്നെ നീയും അവരിൽ ഒരുത്തനെ പോലെ ആയിരുന്നു. നിന്റെ സഹോദരന്റെ ദിവസം, അവന്റെ അനർത്ഥ ദിവസം തന്നെ നീ കണ്ട് രസിക്കേണ്ടതല്ല. നീ യഹൂദിനെ കുറിച്ച് അവരുടെ അപായ ദിവസത്തിൽ സന്തോഷിക്കേണ്ടതല്ല. അവരുടെ കഷ്ട ദിവസത്തിൽ നീ വമ്പ് പറയേണ്ടതല്ല. എന്റെ ജനത്തിന്റെ അപായ ദിവസത്തിൽ നീ അവരുടെ വാതിലിനകത്ത് കടക്കേണ്ടതല്ല. അവരുടെ അപായ ദിവസത്തിൽ നീ അവരുടെ അനർത്ഥത്തെ കണ്ട് രസിക്കേണ്ടതല്ല. അവരുടെ അപായ ദിവസത്തിൽ അവരുടെ സമ്പത്തിന്മേൽ നീ കൈ വെക്കേണ്ടതല്ല. അവരുടെ പലായുധന്മാരെ ഛേദിച്ചു കളയുവാൻ നീ വഴി തലക്കൽ നിൽക്കേണ്ടതല്ല. കഷ്ട ദിവസത്തിൽ അവനെ ശേഷിച്ചവനെ നീ ഏൽപ്പിച്ച് കൊടുക്കേണ്ടതല്ല. പരിശുദ്ധാത്മാവ് ഉപദ്യാവ് പ്രവാചകനിലൂടെ ഏദോമിനോട് പറയുകയാണ്. നോക്കണമേ, എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നു, പരിശുദ്ധന്മാർ പറയുന്നു, നീ യഹൂദരെ കുറിച്ച് അവരുടെ അപായ ദിവസത്തിൽ സന്തോഷിക്കേണ്ടതല്ല. നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു ദുഃഖമുണ്ടായാൽ നമ്മൾ സന്തോഷിക്കരുത്. ഈ വചനം ഞാൻ ചെറുപ്രായത്തിലെ പഠിച്ചു. എവിടെയോ ദേവദാസന്മാർ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടതാണ്. എവിടെയോ എന്റെ കുഞ്ഞുപ്രായത്തില് എവിടെയോ കൺവെൻഷനിലോ എവിടെയോ ദേവദാസന്മാർ പ്രസംഗിച്ചത് ഈ ഭഗവൻ ഞാൻ കേട്ടതാണ്. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. എനിക്ക് ശത്രുവായിക്കൊള്ളട്ടെ, എനിക്ക് ദോഷം ചെയ്യുന്നവനായിക്കൊള്ളട്ടെ, എനിക്ക് ഇഷ്ടമല്ലാതായിക്കൊള്ളട്ടെ, എനിക്കൊരു പക്ഷെ ഒരു പ്രയോജനമില്ലാത്തവനായിക്കൊള്ളട്ടെ, എന്റെ സഹോദരൻ ഒരുവനുണ്ടോ, അവനെ ഒരു ശത്രു തകർക്കുന്നത് കണ്ടാൽ, ഒരു ശത്രു വേദനിപ്പിക്കുന്നത് കണ്ടാൽ, ഒരു ശത്രു ഉപദ്രവിക്കുന്നത് കണ്ടാൽ, ഒരു ശത്രുവിന് ദോഷമായി നിൽക്കുന്നത് കണ്ടാൽ ഞാൻ അവന് കൂട്ടു നിൽക്കുന്നില്ല, എന്റെ സഹോദരന് വേണ്ടി കൂട്ടു നിൽക്കും. പല സാഹചര്യങ്ങളിലും പല വിഷയങ്ങളിലും അങ്ങനെ ഏർപ്പെട്ട് പലപ്പോഴും പല പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സഹോദരന്മാരായിരിക്കുന്ന പലർക്കും വേണ്ടിയും ഇന്നൊരു വിശ്വാസികൾക്ക് ഇന്നെൻ്റെ ഈ സ്വഭാവം എനിക്ക് വിശ്വാസികളുടെ ഇടയിൽ ഒരുപക്ഷെ അല്പസ്വല്പം രാജ്യങ്ങളോ ബലഹീനതയോ പോരായ്മകളോ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ഒരു വിശ്വാസിയെ ഒരു അന്യനെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കത്തില്ല. ഞാൻ അവിടെ ചെന്ന് കയറിയിട്ട് ഒരുപക്ഷെ അവിടെ പ്രയാസങ്ങൾ എത്ര വന്നാലും തന്നെയും അതിനുവേണ്ടി ഇടപെട്ട് നിൽക്കാറുണ്ട്. ഇന്നും ഈ സുവിശേഷ നിമിത്തം പലരും ഈ സത്യവേദ പുസ്തകത്തിന് വിരുദ്ധമായി സംസാരിക്കുമ്പോൾ, സത്യവേദ പുസ്തകത്തിന് വിരുദ്ധമായിട്ട് പ്രസംഗിക്കുമ്പോൾ, അങ്ങനെ പലതരത്തിലുള്ളതാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ഉള്ളിലെ രക്തം തിളയ്ക്കാറുണ്ട്. കാരണം എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ കൂട്ടു നിൽക്കേണ്ടതാണ്. അവർ ഏത് ജാതിക്കാരോ ഏത് രാജ്യക്കാരോ ആയിക്കൊള്ളട്ടെ, കാരണം എനിക്കത് സഹിക്കാവതല്ല. ഇവിടെ പറയുന്നു, പ്രവാചകൻ പറയുകയാണ്, അവരുടെ അനർത്ഥ ദിവസം തന്നെ നീ കണ്ട്. ഒരു ദൈവത്തിന്റെ പൈതലിന്റെ അനർത്ഥം ഉണ്ടാകുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കള്, നിനക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല, എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു പ്രയാസമില്ല, എനിക്ക് എന്നാണ് കാര്യമെന്ന് നീ ചിന്തിക്കരുത്. നിനക്കും ആ വേദന നിന്റേതായി കാണണം. ദൈവത്തെ സ്തോത്രം ചെയ്യാം. അതെ, നമ്മൾ രസിക്കരുത്. ഒരു വിശ്വാസിക്കൊരു പ്രയാസമുണ്ടായാൽ ഒരു വിശ്വാസിയെ രസിക്കരുത്. പഴുത്തല വീഴുമ്പോൾ പച്ചില ചിരിക്കും. നാളെ പച്ചിലയുടെ ഗതി അതായിരിക്കും. വളരെ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ ദൈവാത്മാവ് ബബേൽ രാജാക്കന്മാർ വന്ന് യഹൂദയെ ഒന്നടങ്കം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടെ ഏദോമ്യർ വന്നിട്ട് ബാബേലിയർക്ക് കൂട്ടുനിന്നു. അവരോട് കൂട്ടുനിന്നിട്ട് ഈ സ്വന്തം സഹോദരവർഗത്തിൽപ്പെട്ട ഇവിടെ യഹൂദന്മാരെ ഉന്മൂലനാശം വരുത്താൻ തക്കവണ്ണം ഏദോമ്യർ കൂട്ടുനിന്നു. ദൈവാത്മാവ് കണ്ടപ്പോൾ വേദനിച്ചു. ഉപദ്യാ പ്രവാചകനിലൂടെ ഏദോമ്യരോട് പറയുന്ന വാക്കാണ് നമ്മളുടെ വായിച്ചത്. 137 സങ്കീർത്തനം വായിച്ചത് നമ്മുടെ ഭാഗമതാണല്ലോ. ഇവിടെ ബാബേലിന്റെ ആ വലിയ ക്രൂരമാകുന്ന പീഡനത്തിങ്കൽ ഏദോമ്യർ അവർക്ക് കൂട്ടുന്നു. പരിശുദ്ധ പറയുകയാണ്, നീ യഹൂദയെ കുറിച്ച് അവരുടെ അപായ ദിവസത്തിൽ ഒരിക്കലും സന്തോഷിക്കരുത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് ഒരു നഷ്ടം വന്നാൽ ഒരുപക്ഷെ നമ്മളോട് വിശ്വാസികളായിരിക്കുകയില്ല. അവർ നമ്മുടെ വിശ്വാസ ജീവിതത്തിലായിരിക്കത്തില്ല, ഒരു ക്രിസ്തീയ ദൈവത്തിലായിരിക്കുകയില്ല. എങ്കിലും നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ തന്നെയും അവർ നമ്മുടെ രക്തമാണോ, അവരുടെ വേദനയിൽ നമുക്ക് വേദന തോന്നിയില്ല എങ്കിൽ നമ്മളിൽ മനുഷ്യത്വമില്ല. ഇതെനിക്ക് വളരെ അറിയാം. സ്വന്തം സഹോദരനെതിരെ ദോഷം പറയുന്നവർ, സ്വന്തം സഹോദരനെ വകവരുത്തുവാൻ ഭയമില്ലാത്ത വിശ്വാസികളെ പോലെയും കാണാറുണ്ട്. സ്വന്തം സഹോദരന്റെ അനർത്ഥം ഉണ്ടാകുമ്പോൾ, അവനൊരു അപകടം വന്നാൽ, അവനൊരു രോഗം വന്നാൽ, അവനൊരു കഷ്ടം വന്നാൽ, സ്വന്തം വിശ്വാസിയായിക്കോട്ടെ, സ്വന്തം സഹോദരങ്ങളായിക്കോട്ടെ, ഒരമ്മയുടെ ഒരു അപ്പന്റെയും അതേ മക്കളായിക്കോട്ടെ, ഒരമ്മയുടെ ഉദരത്തിൽ
നിന്ന് പിറന്നു വീണ രണ്ട് സഹോദരങ്ങളായിക്കോട്ടെ, എന്നാൽ അതിൽപ്പെട്ട ഒരുവനൊരു അനർത്ഥം വരുമ്പോൾ സഹോദരന്റെ ഭവനത്തിൽ സന്തോഷിക്കുന്ന പല വീടുകളെയും പലരെയും ഞാൻ കാണാറുണ്ട്. എൻ്റെ ഉള്ളം തേങ്ങാറുണ്ട്, വേദനിക്കാറുണ്ട്. നമ്മുടെ രക്തബന്ധങ്ങൾ അവനൊരു വിശ്വാസിയായി ആയിരിക്കുകയില്ല എങ്കിലും അവരൊരു അനർത്ഥമുണ്ടായാൽ നമ്മൾ സന്തോഷിക്കരുത്. നാളെ നമുക്കും ഇത് സംഭവിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് നമുക്ക് സംഭവിക്കാം. ഇത് വായിക്കുന്നു, അപായ ദിവസത്തിൽ നീ സന്തോഷിക്കേണ്ടതല്ല, അവന്റെ കഷ്ട ദിവസത്തിൽ നീ വമ്പ്. സഹോദരങ്ങൾക്ക് ഒരു കഷ്ടത വന്നപ്പോൾ ഏതോ ഒരു വലിയ വമ്പ് പറയുക, ഇടിച്ചു കളവി അടിസ്ഥാനം തരാ ഇടിച്ചു കളവിനെന്ന് വമ്പ് പറയുകയാണ്. നമ്മുടെ വായിൽ നിന്ന് പോകുന്ന വാക്കുകൾ നമുക്ക് നാളെ വലിയ ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ തലയ്ക്ക് മേൽ ചുറ്റി നിൽക്കും. നമ്മുടെ വായിൽ നിന്ന് പോകുന്ന വാക്ക് നിമിത്തമുള്ള ശാപങ്ങളുണ്ടല്ലോ, നമ്മുടെ തലയ്ക്ക് മേലെ ചുറ്റി നിൽക്കും. ആർക്കും അതിൽ നിന്ന് മാറ്റാൻ പറ്റുകയില്ല. ദൈവം സ്തോത്രം ചെയ്യാം. വായിക്കുന്നു, എന്റെ ജനത്തിന്റെ അപായ ദിവസത്തിൽ നീ അവരുടെ വാതിലിനകത്ത്. പലരും അങ്ങനെയാ. ഒരു പോലീസോ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനർത്ഥം വരുമ്പോൾ കണ്ടു ചിരിപ്പാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ അന്തരമായിരിക്കും. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും മുറ്റത്ത് കാല് കുത്തുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ചിലരുടെ വീട്ടുമുറ്റത്ത് കാല് കുത്തുന്നത്. എന്താണെന്നറിയുമോ? അവരുടെ അനർത്ഥം കാണാൻ, ഒളിഞ്ഞു നോക്കാൻ, ചത്തോ അല്ലെങ്കിൽ രണ്ട് കിട്ടിയോ, പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോകുകയാണോ, അതിന്റെ രസം അറിയുവാൻ, അതിന്റെ രഹസ്യം അറിയുവാൻ, രഹസ്യം അറിഞ്ഞ് രസിക്കുവാൻ തക്കവണ്ണം ആ ഒരു ഉൾസന്തോഷത്തില് തങ്ങളെ പ്രിയപ്പെട്ടവരുടെ അനർത്ഥം കാണുമ്പോൾ അവൻ സന്തോഷിക്കുന്നുണ്ട്. ഇവിടെ ഏതോ പേർക്ക് പറ്റിയ പരാജയം അതാണ്. പ്രവാചകൻ പറയാണ്, അവരുടെ അപായ ദിവസത്തിൽ അവരുടെ സമ്പത്തും. ചിലരെങ്ങനെ ഈ ബസ്സുകളൊക്കെ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ കാണാറുള്ളൊരു വിഷയമുണ്ട്. റോഡുകളിലൊക്കെ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ രക്ഷിക്കാൻ വരുന്നവർ ചിലരുണ്ട്. റോഡിലൊക്കെ വലിയ ആക്സിഡന്റ് ഉണ്ടായി ഒരുപക്ഷെ വാഹനത്തുള്ളവർ മരിക്കുന്നു എന്ന സാഹചര്യം ഉണ്ടായാൽ അവരുടെ കയ്യിലുള്ളതാകുന്ന വിലപിടിപ്പുള്ളതാകുന്ന വസ്തുക്കൾ അപകരിച്ചുകൊണ്ട് പോകാൻ സഹായിക്കുന്നവരുടെ രീതിയിൽ വരുന്നതാകുന്ന ചില സന്നദ്ധ പ്രവർത്തകരുണ്ട്. എല്ലാവരെയും കുറിച്ചല്ലേ, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. മനുഷ്യജീവന് അത് സ്വന്തം ജീവിതം നീ വില കൽപ്പിച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ, അപകട കാര്യങ്ങൾ സഹായിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ഉണ്ട്. അവരൊക്കെ അനേകരുടെ ജീവന്റെ രക്ഷയ്ക്ക് അവരൊക്കെ അനുഗ്രഹവുമാണ്. എന്നാൽ ഒരു കൂട്ടം, ചെറിയ കൂട്ടമുണ്ട്, പലയിടങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. ഒരു ഭൂകമ്പം ഉണ്ടായാൽ, ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായാൽ അവിടെ സഹായിക്കുന്ന രൂപേണ കടന്നു ചെന്നിട്ട് ആ വീട്ടിലുള്ള സാധനങ്ങളെ അപകരിച്ചുകൊണ്ട് പോകുക, മോഷ്ടിക്കുക, സ്വർണമോ അല്ലെങ്കിൽ മറ്റുള്ള ആഭരണങ്ങളോ ധനങ്ങളൊക്കെ പൊട്ടിക്കുക. ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായാൽ വേഗം സഹായിക്കാൻ ചെല്ലുന്നവരുടെ രൂപത്തിലവിടെ ചെന്ന് അവിടുന്ന് വേഗം കിട്ടുന്ന മൊബൈലുകളും ആഭരണങ്ങളും മറ്റു കാര്യങ്ങളും ആൾക്കാർ മരിച്ചുപോയി. ഇനി ആരും പറയുവാനില്ല, എവിടെ പോയെന്ന് ആർക്കും അറിയാനില്ല. ജനക്കൂട്ടം വന്നു കഴിഞ്ഞു, ആരെയാണ് പിടിക്കുന്നത്? യാതൊരു തെളിവുമില്ല. ആദ്യം കിട്ടുന്ന ചുള്ളിപ്പറക്കി പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു വല്ലാത്ത അവസ്ഥ പലയിടത്തും ഉണ്ടാകാറുണ്ട്. ഇവിടെ നോക്കണമേ, ബാബേൽ രാജാക്കന്മാർ വന്നിട്ട്, ബാബേലിലെ രാജാവ് വന്നിട്ട്, സൈന്യം വന്നിട്ട് ഇവിടെ യഹൂദനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഏതോമിൽ അവരെ എന്ത് ചെയ്യുന്നു? അവിടെ അവരെയും കൈയിട്ട് വരാൻ ചെല്ലുകയാണ്. വായിക്കുന്നത് അതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ പാലായികരെ ഛേദിച്ചു കളവാൻ നീ വെളുത്തിറക്കി നിൽക്കേണ്ടതല്ല. കഷ്ട ദിവസത്തിൽ അവന് ശേഷിച്ചവരെ നീ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതല്ല. സകല ജാതികൾക്ക് യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. അവിടെ മേടി വായിച്ചത്, അവരുടെ അപായ ദിവസത്തിൽ അവരുടെ വാതിൽക്കനകത്ത് നീ കടക്കേണ്ടതല്ല. ഇത് അതേ വാക്യമാണ്, 14ാമത്തെ വാക്യം. അവരുടെ വാതിൽക്കനകത്ത് കടക്കേണ്ടതല്ല. അവർക്കും കിട്ടിയതല്ലേ വാരി കൂട്ടാൻ മതി. ബാബേലിന് വന്ന് യെരൂശലേമിനെ നിരോധിച്ചു, ജനങ്ങളെല്ലാം പ്രവാസികളായി പിടിച്ചോണ്ട് പോന്നു. അതിനിടയിൽ ഇവർക്ക് അവരുടെ സ്വത്തുക്കളോ സമ്പത്തുകളോ ഒന്നും സംരക്ഷിക്കാൻ സമയം പേടിച്ച് വെറുത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവരങ്ങനെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ആ ബാബേൽ സൈന്യത്തിൻ്റെ കൂടെ ചേർന്ന് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് ചില പോലീസുകാരൊക്കെ ചിലയിടത്തൊക്കെ പണ്ട് കാലത്തൊക്കെ എക്സൈസുകാരൊക്കെ ഇങ്ങനെ എക്സൈസ് വാറ്റുന്നവരെ അല്ലെങ്കിൽ മദ്യം ഉണ്ടാക്കുന്നവരെയൊക്കെ പിടിക്കാൻ വരുന്നുള്ളേ. പഴുത്തിളക്കി നിൽക്കുന്ന കുറച്ച് പിള്ളേർ പോലീസുകാർ, സാറേ എനിക്കറിയാം സാറേ, അവർ ഇന്നടത്താണ് അവർ മാറ്റിയിടുന്നത്, എനിക്കറിയാം സാറേ അവർ കോട കലക്കി ഇടുന്ന ഇന്നടത്താണ്, അല്ലെങ്കിൽ സാറേ അവർ ഇന്നടത്തോട്ട് ഒളിച്ചോടുന്ന ഞാൻ കണ്ടു സാറേ, അയ്യത്തിൻ്റെ പുറകെ ഇങ്ങനെ ചാടുന്ന കണ്ടു സാറേ എന്നൊക്കെ പറഞ്ഞ്
ആ നാട്ടിലെ ചില ബാലകന്മാര് എക്സൈസുകാരെ അല്ലെങ്കിൽ പോലീസുകാരെ ആ വഴി പറഞ്ഞു കൊടുക്കുന്നത് കാണാറുണ്ട്. എന്ന് പറയുന്ന പോലെ ബാബേൽ സൈന്യം വന്ന് യെരൂശലേമിനെ തകർക്കുമ്പോൾ ഏദോമിൽ വന്നിട്ട് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ്, അവർക്ക് ഉപദേശം കൊടുക്കുകയാണ്, നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. കാരണം സ്വന്തം സഹോദരന്റെ തകർച്ച കണ്ട്, സ്വന്തം സഹോദരന്റെ പരാജയം കണ്ട്, സ്വന്തം സഹോദരന്റെ ഇല്ലായ്മ കണ്ട്, അവന്റെ ഉന്മൂലനാശം കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു സഹോദരവർഗം. ചരിത്രം പറയുന്നത്, ഹല്ലേലൂയ സ്തോത്രം, റോമൻ ചക്രവർത്തിയായിരുന്ന തീത്തോസ് കൈസർ കടന്നു വന്നിട്ട് ഏദോമിനെ തല്ലി തകർത്ത് കളഞ്ഞെന്നാ പറയുന്നത്. ആലോചിച്ച്, കാലത്തിന്റെ നീക്കത്തിൽ ഏദോം എന്ന് പറയുന്ന രാജ്യത്തെ തല്ലി തകർത്ത് കളഞ്ഞു. പർവ്വതത്തിൽ വസിക്കുന്നുവെന്നും ആരെയും ഭയപ്പെടേണ്ട എന്നൊക്കെ കരുതി അഹങ്കാരഭാവത്തോടു കൂടിയായിരുന്ന ഏദോമിനെ ഉണ്ടല്ലോ, അത് റോമൻ കൈസറായിരുന്ന, റോമൻ ചക്രവർത്തിയായിരുന്ന തീത്തോസ് കൈസർ കടന്നു വന്നിട്ട് അതിനെ കുപ്പക്കൂനിയാക്കി കളഞ്ഞു, തകർത്ത് കളഞ്ഞു. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും, നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും കാലം നമുക്ക് മറുപടി തരാതിരിക്കുകയില്ല. പ്രിയരെ, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ ഗുരുവാക്യങ്ങളിലേക്ക്, നമുക്ക് വാക്യത്തിലേക്ക് വളരെ വേഗം കടന്നു വരാം. നമുക്ക് പശ്ചാത്തലം മനസ്സിലായല്ലോ, സാഹചര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവിടെ ആ 137 സങ്കീർത്തനത്തിന്റെ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഇവിടെ വായിക്കുന്നു, ഇടിച്ചു കളവിന് അടിസ്ഥാനം വരെ, ഏഴാമത്തെ വാക്യം 137 ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇടിച്ചു കളവിന് അടിസ്ഥാനം വരെ ഇടിച്ചു കളവിന് എന്നിങ്ങനെ പറഞ്ഞാൽ ഏദോമിற்கு യഹോവേ യെരൂശലേമിന്റെ നാൾ നോക്കണമേ. ഏദോമ്യരാണ് യെരൂശലേമിന് വാതിൽ തുറന്നു കൊടുത്ത എല്ലാ സൗകര്യങ്ങളും ഒപ്പിച്ചു കൊടുത്തത്. ആ ബാബേലിന് എല്ലാ സൗകര്യങ്ങളും ഒപ്പിച്ചു കൊടുത്തത് ഏദോമ്യരാണ്. അവരുടെ നാശം അതിഭയങ്കരമായിരുന്നു. എന്നിട്ട് വായിക്കുന്നു, ഈ നാശമെടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, 8ാമത്തെ വാക്യത്തിൽ വരുന്നു ബാബേൽ പുത്രിയ. 7ാമത്തെ വാക്യത്തിൽ ഏദോമിനെ കുറിച്ച് പറയുകയാണ്. അവിടെ തീർന്നു. 8ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, നാശമെടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്ത പോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ. ബാബേൽ പുത്രി യെരൂശലേമിനെ തുപ്പക്കൂനയാക്കി. യെരൂശലേമിന്റെ ദേവാലയത്തെ മൊത്തം, ഹല്ലേലൂയ സ്തോത്രം, അതെ, ആനകൾ കൊണ്ട് ഉഴുതുമറിക്കുന്ന വലിയ കലപ്പകൾ കൊണ്ട് യെരൂശലേം ദേവാലയത്തിന്റെ അടിക്കല്ല് വിളക്കിയെന്നാ പറഞ്ഞത്. യെരൂശലേം ദേവാലയത്തിന്റെ അടിക്കല്ല് കളക്കിയത് അടിക്കലിനോടുള്ള ഗുണമല്ലായിരുന്നു, സന്തോഷമൊന്നും അല്ലായിരുന്നു. അവിടെ ഒരു കാര്യമുണ്ട്, യെരൂശലേം ദേവാലയം പൊന്നുകൊണ്ടാണിത്, ആ പൊന്നുകൊണ്ട് പൊതിയപ്പെട്ടതാണ്. പൊന്നുകൊണ്ട് പൊതിയപ്പെട്ടതാകുന്ന യെരൂശലേം ദേവാലയത്തിന് ആദ്യം അവർ തീയിട്ടു. യെരൂശലേം ദേവാലയത്തിന് തീയിട്ടപ്പോൾ ആ പൊന്നുമൊത്തം ഉരുകി 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 ആ അടിസ്ഥാനക്കല്ലിന്റെ അടിയിലേക്ക് പോയി, അതിന്റെ അടിവാരത്തിലേക്ക് പോയി. ഉരുകിയ പൊന്ന് ദ്രാവക രൂപത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലേക്ക് പോയി. ഇവിടെ എന്തോ ചെയ്തോ, ബാബേൽ രാജാവോ ആ വലിയ ആനകൾ കൊണ്ടുള്ളതാകുന്ന കലപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാന കല്ലുകളെല്ലാം, ഭയങ്കര കല്ലുകളെല്ലാം അത് യന്ത്രോപകരണങ്ങൾ കൊണ്ട് മാന്തിയെടുക്കുന്ന പോലെ മാന്തിയെടുത്തു. എന്തിനാണ് മാന്തിയെടുത്തത്? ആ കല്ലിന്റെ ഇടയിലൂടെ വിടവുകളിലൂടെ ഉരുകി ഇറങ്ങിയിരിക്കുന്ന ആ സ്വർണത്തെ അവർക്ക് ശേഖരിക്കാൻ വേണ്ടി. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, യെരൂശലേം ദേവാലയത്തെ നോക്കി അതിന്റെ മനോഹാരിതയെ കുറിച്ച് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകർക്കപ്പെടുമെന്ന്, നാഴിക വരുന്നുവെന്ന്. നെബൂഖദ്നേസറിന് സംഭവിച്ചു. അതല്ലല്ലോ എന്റെ വിഷയം. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ഇവിടെ നോക്കണമേ, നെബൂഖദ്നേസർ ബാബേൽ രാജാക്കന്മാർ വന്ന്, രാജാവ് വന്നിട്ട്, ഹല്ലേലൂയ സ്തോത്രം, യെരൂശലേമിന്റെ അടിസ്ഥാന കല്ല് അടിക്കല്ല് വരെ വിളക്കി. എന്നിട്ട് അവരെ പ്രവാസികളാക്കി കൊണ്ടുപോയി. സ്വന്തം ജനമാകുന്ന ഇസ്രായേലിന്റെ വഴിതെറ്റിയ അനുഭവ നിമിത്തമായിട്ട് അവർക്ക് പ്രവാസികളായി പോകേണ്ടതായിട്ട് വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെങ്കിൽ ഒരു ദൈവത്തിന്റെ പൈതലിന് പരാജയം സംഭവിച്ചാൽ അവർ ദൈവസ്ഥ നെടുമ്പാട് വീട് കിടന്ന് കരയും. അവൻ നെടുന്നാൾ വീട് കിടന്ന് കരയും. അവനെ അവൻ ഏറ്റു പറയും. അവനവന്റെ പോരായ്മകൾ, അവന്റെ വല്ലായ്മകൾ, അവന് പറ്റിയ പരാജയം, ദൈവത്തിന്റെ വാദപീഠത്തിൽ മുട്ടിന് ദാവീദ് നെടുമ്പാട് വീട് കിടന്ന് കരഞ്ഞതുപോലെ അവൻ കരഞ്ഞ് 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 അവൻ ശുദ്ധീകരണം പ്രാപിക്കും. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. അവന്റെ പരാജയം ഉണ്ടായെന്നിരിക്കാം, വാക്കിനാലോ നാക്കിനാലോ ഇടപാടിനാലോ ഒരു പരാജയം ഉണ്ടായെന്നിരിക്കാം. പക്ഷെ അവന് പട്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവന് പരാജയമുണ്ടായി, ബാബേലിനെ വിട്ടു, അവനെ യുദ്ധം ചെയ്തു, അവനെ പിടിച്ചുകൊണ്ടുപോയി. പ്രവാസ ജീവിതത്തിൽ കിടന്ന് കരയുന്ന ഒരുവന്റെ പാട്ടാണ് നമ്മൾ വായിക്കുന്നത്. 137 സങ്കീർത്തനം. അവനവിടെ കിടന്ന് കരയും. ഹല്ലേലൂയ സ്തോത്രം.
വലിച്ചെറിഞ്ഞാൽ എങ്ങനെ വിടാലും നാലാം കാലം നിൽക്കുമെന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ മക്കളെ ഒരു പ്രത്യേകത. ദൈവത്തിന് സ്തോത്രം. ഇവനാണെങ്കിൽ അല്പമൊക്കെ ജാടയൊക്കെ കാണിക്കും, അല്പമൊക്കെ തൻ്റെടമൊക്കെ കാണിക്കും, അല്പമൊക്കെ വലിയ പുള്ളിയൊക്കെ അഹങ്കാരമൊക്കെ കാണിക്കും. പക്ഷെങ്കിലുണ്ടല്ലോ തമ്പുരാൻ നല്ല കൊടുക്കേണ്ടടുത്ത് ആര് കൂട്ടുമ്പോൾ ഉണ്ടല്ലോ ഇവനങ്ങ് നേരെ പൂച്ചയെ പോലാകും. ഇവൻ ചെറിയ അങ്ങ് പത്തി മടക്കും, ഇവൻ കിടന്ന് മോങ്ങാൻ തുടങ്ങും, കരയാൻ തുടങ്ങും. തമ്പുരാൻ അവൻ്റെ കണ്ണീര് കാണും, അവനെ അവിടെ നിന്ന് വിടുവിക്കും. അല്ലേ ഫറവോന്റെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്നു, അല്ലെങ്കിൽ മിസ്രൈമിലെ അടിമകളായിരുന്നു. അത് അവരുടെ കയ്യിരിപ്പോണ്ടാണ് അങ്ങനെ പോയത്, വേറെ വിഷയം. എന്തായാലും അവിടെ ചെന്നു 550 വർഷം അവർ ദീർഘവർഷങ്ങൾ അവിടെ, 18 ജീവിച്ചു, 100 ജീവിച്ചു. അവർ ദൈവം വിളിക്കാൻ തുടങ്ങി, അല്ലെ വിളിക്കാൻ തുടങ്ങി, ദൈവത്തിന് കരയാൻ തുടങ്ങി. ഇസ്രായേലിന്റെ ദൈവം പറയാണ്, എന്റെ ജനത്തിന്റെ കഷ്ടം ഞാന് കണ്ടു കണ്ടു, എന്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാന് കേട്ടു, അവരെ ഞാൻ അവിടെ നിന്ന് വിടുവിക്കും. നമ്മൾ കരഞ്ഞു വിളിച്ചെന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്, നമ്മുടെ അപാകതകളൊക്കെ ദൈവം ക്ഷമിക്കുമെന്ന്, നമ്മളെ അവിടെ നിന്ന് വിടുവിക്കുമെന്ന് പിന്നെ ആവർത്തിക്കരുത്. ഞാനിങ്ങനെ പറയുന്നതാണ്, ഒരു പക്ഷേ തെറ്റിൽ തന്നെ ചങ്ങലകളാൽ ബന്ധിക്കുക, അത് കോർക്കപ്പെട്ട മുത്തുകളാലുള്ളതാണ് ചങ്ങലകൾ പോലെ. പിന്നെയും തെറ്റിനെ വിട്ടുകളയാൻ ആഗ്രഹിക്കാതെ തെറ്റിനെ തന്നെ ചങ്ങലകൾ ഇങ്ങനെ കൊളുത്തിട്ടേക്കുന്ന പോലെ തെറ്റ് ചെയ്യാൻ യാതൊരു ഭയമില്ലാതെ, ഒരു മടിയില്ലാതെ ജീവിതം മൊത്തം ഇങ്ങനെ തെറ്റിനാൽ പാപത്താൽ കിടക്കുക. ആ പുള്ളികൾ കിടന്ന് എത്ര വീണ് കിടന്ന് പ്രാർത്ഥിച്ചാലും നെഞ്ചിന്റെയും നെറ്റിയുടെയും അതെ തൊലി പോകും എന്നുള്ളതേ ഉള്ളൂ. ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. പക്ഷെങ്കിൽ ജീവിതത്തിൽ ആപത്തവശാൽ അറിയാതൊരു തെറ്റങ്ങ് വന്നുപോയി. പ്രതീക്ഷിച്ചതല്ല അങ്ങനെ പറയണമെന്ന്, പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ചെയ്യണമെന്ന്, ഒരിക്കലും കരുതി കൂട്ടി വന്നതല്ല. വന്ന സാഹചര്യത്തിൽ പിശാചിനായി പിടിക്കപ്പെട്ടു, അങ്ങനെ പറഞ്ഞു പോയി, അല്ലാതെ തെറ്റ് ചെയ്തു പോയി. ദൈവത്തിന്റെ തന്നെ നെടുമ്പാട് വീണ് കിടന്നു, കരഞ്ഞു, ദൈവത്തോട് നിലവിളിച്ചു. ദാവീദിനെ ശുദ്ധീകരിച്ചതുപോലെ പിന്നെയും ദൈവം സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരും, മാനിക്കും, ദൈവം അനുഗ്രഹിക്കും. ഇസ്രായേൽ ജനം നോക്കണമേ, ബാബേലിലവിടെ പ്രവാസിലായിരിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, ദാനിയേൽ പ്രവാചകൻ യഹോവയായ ദൈവത്തിന് മുൻപാകെ സ്വന്തം ജനമാകുന്ന യഹൂദിന് വേണ്ടി എപ്പോഴും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അവന് വേണ്ടി സ്വന്തം ജനത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അവര് പ്രവാസകാലം കഴിഞ്ഞു, അവർ മടങ്ങി യെരൂശലേമിൽ വന്നു. യെരൂശലേമിന്റെ മതിലുകളെല്ലാം പണിഞ്ഞു, ദേവാലയം പണിഞ്ഞു. അവർക്കിവിടെ ദേശം അനുഗ്രഹിക്കപ്പെട്ട ആരാധനകൾ തുടങ്ങി. ദൈവത്തിന്റെ സ്വന്തം ദൈവമക്കളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയമോ അപാകതകളോ ബലഹീനതകളോ വന്നാൽ നെടുമ്പാട് വീടുകളെ കരഞ്ഞ് പ്രാർത്ഥിക്കണം. പറ്റിയ തെറ്റിനെ ഏറ്റു പറയണം, ദൈവത്തോട് ക്ഷമ പറയണം, ദൈവം അവിടെ നിന്ന് വിളിക്കും. ദൈവത്തിന്റെ സ്വന്തം ബാബേലിലെ പ്രവാസികളായിരിക്കുന്ന ഒരു പ്രവാസിയുടെ വീരഗാഥയാണ് ഇത്, ദുഃഖഗാഥയാണ് ഇത്, വേദനപ്പെട്ടുള്ള ഒരു കഥയാണ്. അവനതെങ്കിൽ നോക്കണ 7ാമത്തെ വാക്യത്തോടെ വാക്യം എന്ത് കാണുന്നു? അവൻ ഏദോമിനെ ശപിക്കുന്നു. 8ാമത്തെ വാക്യം വന്നപ്പോൾ എന്ത് പറയുന്നു? ബാബേലിനെ ശപിക്കുകയാണ്. ശാപസങ്കീർത്തനമാണിത്. ബാബേലിനെ ശപിക്കുകയാണ്. അതേശ്വരം. എന്നിട്ട് 9ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പറവിൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. കേൾക്കണമോ? ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ ഭരണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ യഹോവയായ ദൈവത്തിന്റെ കോപം ബാബേലിന്റെ മേൽ വന്നു. മേദ്യാപാസ്യ രാജാക്കന്മാർ, വലിയ സംഭവമാണ് അത്, വളരെ വിവരിക്കേണ്ട ഒരു സംഭവമാണ്. വളരെ കേൾക്കാൻ ഇമ്പമുള്ളതും എന്നാൽ വലിയ അർത്ഥവത്തായിട്ടുള്ളതാകുന്ന സംഭവമാണ്. പാർസി രാജാക്കന്മാർ ഇങ്ങോട്ട് കടന്നത്, കോരശ് ഇങ്ങോട്ട് കടന്നു വന്നിട്ട് യെരൂശലേമിനെ നിരോധിച്ചു, ശക്തമായി യുദ്ധം നേരിട്ടു, രാജാവിനെ പിടിച്ചു. ഭയങ്കര പോർക്ക് പോലെ യുദ്ധം നിൽക്കുകയാണ്. സംഭവിച്ചത് കേൾക്കണമോ? ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ടല്ലോ, ബാബേലിലെ സകല യൗവനക്കാരും അവിടുത്തെ പട്ടാളത്തിന് അവിടുത്തെ യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടു. ബാബേലിലെ സകല യൗവനക്കാരും സകല പുരുഷന്മാരും അവരായുധങ്ങളെടുത്ത് യുദ്ധം ചെയ്യാൻ തുടങ്ങി. എന്തിന്? കോരശ് രാജാവിനോട് എതിർക്കാൻ. കോരശിനെ ആരാണ് വിട്ടത്? യഹോവയായ ദൈവമാണ് വിട്ടത്. ബാബേലിനെ യഹൂദയിൽ വിട്ടതാണ് ആരെ? യഹൂദയായ ദൈവം, യഹോവയായ ദൈവം. ഇസ്രായേൽ ജനത്തിന്റെ വഴിപിടിച്ച ജീവിതം കണ്ടപ്പോൾ യഹോവയായ ദൈവത്തിന് കോപം ജനിച്ചിട്ട് ബാബേൽ രാജാവിനോട് പറയുന്നു, ഇസ്രായേലിന്റെ യഹൂദയെ നീ പരാജയപ്പെടുത്തുക, അവരെ പ്രവാസത്തിലേക്ക് വിടുക. അതിന് വേറൊരു കാരണം. നോക്കണമേ, ഇവിടെ ഇസ്രായേൽ ജനത്തെ പ്രവാസികളാക്കി പിടിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരെ അങ്ങനെ യഹൂദജനത്തെ അവരങ്ങനെ യെരൂശലേം ദേവാലയത്തെ തകർത്തത് നിമിത്തമായിട്ട് ബാബേൽ രാജാവിന്റെ മേൽ പിന്നെ യഹോവയായ ദൈവത്തിന്റെ കോപം. ആ കോപത്തെ തീർക്കുന്നൊക്കെ ദൈവം ആരെ അയക്കുന്നു? കോരശ് രാജാവിനെ അയക്കുന്നു. കോരശ് വന്നിട്ട് യെരൂശലേമിനെ നിരോധിക്കുന്നു, യെരൂശലേമിനെ പിടിച്ചടക്കുന്നു. യെരൂശലേമിലുള്ളതാകുന്ന സകല പുരുഷന്മാരും ഭാര്യ തടസ്സമാകുന്നു എന്ന് മനസ്സിലായപ്പോൾ അവൾ കരയുകയും വിളിക്കുകയും അവളൊരു തടസ്സമായി നിൽക്കുന്നപ്പോൾ ആദ്യം അവൾ അവന്റെ ഭാര്യയെ കൊല്ലും. ഓരോ പൗരനും തന്റെ ഭാര്യമാരെ കൊന്നു. എന്തിനു വേണ്ടി? രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാന്നൊക്കെ വേണം. അപ്പോൾ കുഞ്ഞുങ്ങൾ വന്ന് കാലിൽ പിടിച്ച് അപ്പാ പോകരുത് എന്ന് പറഞ്ഞോട് കുഞ്ഞുങ്ങൾ വന്ന് ബാബേലിലെ ഓരോ യൗവനക്കാരന്റെയും ഓരോ യോദ്ധാവിന്റെയും അതേ
ചരിത്രമാണ് പറയുന്നത്. കോരേശ് രാജാവിനോട് പിടിച്ചേൽപ്പാൻ തക്കവണ്ണം, അവർക്ക് യുദ്ധത്തിൽ ജയിക്കാൻ തക്കവണ്ണം, ബാബേലിന് പരാജയം ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ആദ്യം അവരവരുടെ ഭാര്യമാരെ കൊന്നു. ഭാര്യമാരെ കൊന്നിട്ടും പിന്നെയും സാധിക്കാതെ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാലെ പിടിച്ചു. കുഞ്ഞുങ്ങളവരെ വിടാതെ, മുൻപോട്ട് വിടാതെ അത് തടസ്സം നിൽക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കാലെ പിടിച്ച് പാറയിൽ അടിച്ചു കൊന്നിട്ടാണ് അവർ കോരേശിനോട് യുദ്ധത്തിന് പോയത്. ചരിത്രം അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വയതിലെ ഒരു കാര്യം ഗ്രഹിച്ചു കൊള്ളുക, സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി അതിഭയങ്കരമാണ്. പ്രവാചകൻ അതിന് മുൻപേ പറഞ്ഞു. ഉപദ്യാവ പ്രവാചകൻ എന്താണ് പറഞ്ഞത്? ഉപദ്യാവ പ്രവാചകൻ എന്താണ് പറഞ്ഞത്? ഇവിടെ പ്രവാസിയായിരിക്കുന്നത് എന്താണ് പറഞ്ഞത്? നാശപ്പെടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്ത പോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ബാബേലിലെ കുഞ്ഞുങ്ങളെ അങ്ങനെ കാലിൽ പിടിച്ച് പാറയിൽ അടിച്ച് കൊന്നിട്ട് തങ്ങളുടെ പിതാക്കന്മാര് കോരേശിനോട് യുദ്ധത്തിന് പോയി. എങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവരും മരിച്ചു വീണു. ബാബേല് പ്രവാസത്തിലേക്ക് പോയി. ബാബേൽ രാജ്യം തന്നെ കോരേശിന്റെ കയ്യിലായി തീർന്നു. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്ന് നമുക്ക് വിജയമായിരിക്കാം, നാളത്തെ നമ്മുടെ പരാജയം കണ്ണിന് മുന്നിലുണ്ട്. നാളത്തെ പരാജയത്തിൽ നമ്മൾ അകപ്പെട്ടാതിരിക്കണമോ? സൈനികരുടെ യഹോവയായ ദൈവത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഇസ്രായേലോ ഒരു പരാജയം വന്നു. ദൈവത്തിന്റെ നെടുമ്പാട് വീട് നടന്ന് കരഞ്ഞു. അവരെ പ്രവാസത്തിൽ നിന്ന് ദൈവം മടക്കിക്കൊണ്ടുവന്നു. നമുക്കൊരു പുതിയ ദൈവ ഇസ്രായേലാകാം. ദൈവസന്നിധിയിൽ നമുക്ക് അത് നമ്മൾ താഴ്ത്തി കൊടുക്കുന്ന കുറവുകൾ ഏറ്റു പറയുന്നവരായി തീരാം. നമുക്ക് നമ്മുടെ വാക്യത്തിലേക്ക് കടന്നു വരും. ഇവിടെ വായിക്കുന്നു, യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ നിന്റെ വലങ്കൈ. ഒരു വാക്യത്തിലേക്ക് കടന്നു വരാം. വളരെ വേഗം നമുക്ക് സമയം വളരെ വേഗം കടന്നു പോകുന്നുവല്ലോ. ഇവിടെ നമുക്ക് വായിക്കുന്നത് എങ്ങനെയാണ്? യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ നിന്റെ വലങ്കൈ. ദൈവത്തെ മറക്കുന്നവർ ഇവിടെ വായിക്കുകയാണ്, യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ നിന്റെ എന്റെ വലങ്കൈ. അപ്പൊ അവർക്ക് ഇത് പറയുന്ന വ്യക്തിക്ക് വലങ്കൈയാണോ വലുത്, യെരൂശലേമാണോ വലുത്? എന്താണ് വലുത്? ഇത് പറയുന്ന ആ വ്യക്തി ഇവിടെ പറയുന്നു, യെരൂശലേമേ ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. അപ്പം വലങ്കൈയിലും വലുതാണ് ആര്? യെരൂശലേം. ഇതാണ് ഒരു ദൈവത്തിന്റെ പൈതലിന്റെ പ്രതീക്ഷ, അതിന്റെ പ്രത്യാശ. നമ്മുടെ ശരീരമല്ല വലുത്, നമ്മുടെ സൗന്ദര്യമല്ല വലുത്, നമ്മുടെ കഴിവല്ല വലുത്, നമ്മുടെ ആരോഗ്യമല്ല വലുത്, നമ്മുടെ ധനമല്ല വലുത്, നമ്മുടെ ഫ്യൂച്ചറല്ല വലുത്, ദൈവമാണ് വലുത്. ദൈവമില്ലാത്തൊരു ഫ്യൂച്ചറിനെ പ്രതീക്ഷിക്കരുത്. ദൈവത്തിന് പ്രസാദമില്ലാത്തൊരു സൗന്ദര്യം ഉണ്ടാകരുത്. ദൈവത്തിന് പ്രസാദമില്ലാത്തൊരു ആരോഗ്യം ഉണ്ടാകരുത്. ദൈവത്തിന് പ്രസാദമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകരുത്. ദൈവത്തിന് പ്രസാദമില്ലാത്ത കൈകൾ ഉണ്ടാകരുത്. ദൈവത്തിന് പ്രസാദമില്ലാത്ത കണ്ണുകൾ ഉണ്ടാകരുത്. ദൈവത്തിന് പ്രസാദമില്ലാത്ത തലമുടികൾ ഉണ്ടാകരുത്. ദൈവത്തിന് പ്രസാദമില്ലാത്ത വസ്ത്രം ഉണ്ടാകരുത്. പ്രവാസി പറയുകയാണ്, യെരൂശലേമേ നിന്നെ മറക്കുന്നെങ്കിൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. അടുത്ത വാക്യം, നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എന്റെ നാവ്. എന്തോ ഒരു വാക്കാണിത്, ഇതെന്തോ ഒരു വാക്കാണിത്. നിന്നെ മറന്നു പോയാൽ, എന്താണ് മറന്നുപോയാൽ? നിന്നെ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ. മുഖ്യ സന്തോഷം എന്താണ്? ഒരു ഭാര്യ ഭർത്താവ് ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഭയങ്കര സന്തോഷമാണ്. ഭാര്യ ഭർത്താക്കന്മാര് സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും ഭർത്താവിന്റെ ചിന്ത ആ ഭാര്യയുടെ നല്ല സ്വഭാവങ്ങൾ, അവളുടെ നല്ല രീതികൾ, നല്ല സംസാരങ്ങൾ, നല്ല വാക്കുകൾ, നല്ല ഉപദേശങ്ങൾ, ആ സ്നേഹത്തിന്റെ കരുതലുകൾ, ആ സ്നേഹത്തിന്റെ ആ വലിയ അഗാധമാകുന്ന ബന്ധം, അതെപ്പോഴും ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് ഓർക്കും, ഭർത്താവ് ഭാര്യയെ കുറിച്ച് ഓർക്കും, ഭർത്താവ് അതുപോലെ ഭാര്യയും അതുപോലെ തന്നെ. ആ ഭർത്താവിന്റെ സ്നേഹ സമ്പർക്കങ്ങൾ, ആ സ്നേഹ സംസാരങ്ങൾ, ആ ഭാര്യയോടുള്ള കരുതലുകൾ, ആ ഭാര്യയോടുള്ള സ്നേഹ പ്രകടനങ്ങൾ, ഇതെല്ലാം ഭാര്യയും ഏകയായിരിക്കുമ്പോൾ ഭർത്താവിനെ കുറിച്ച് ഓർക്കും. അവരുടെ സന്തോഷം ഇതാണ്. വിവാഹിതല്ലാതെ വഴിതെറ്റി പോകുന്നവരാണെങ്കിലോ, പ്രേമക്കേസുകൾ അകപ്പെട്ട് പോകുന്നവരാണെങ്കിലോ, ഒടുവില്ല, ഉറക്കവുമില്ല, എപ്പോഴും വീരോർമ്മ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ഒരു ബൈക്കാണെങ്കിൽ ഈ എല്ലാം മുങ്ങിയിരിക്കുന്ന ബൈക്കാണ്, മുൻവശം പ്രവേശനം മുങ്ങിയിരിക്കുന്ന ബൈക്ക് ഒരു മതിലേ കയറി കിടക്കുന്നു. ആ മതിലേ കയറിയിട്ട് അതിന്റെ അവിടെ കുറച്ച് ചോരയൊക്കെ കിടക്കുന്നു, കുറച്ചേറെ ചോരയൊക്കെ. എനിക്ക് തോന്നുന്നു ഒന്നേ സന്നമിച്ചോണ്ട് വന്നതാ, ബോധം മറന്നു പോയതാ. മദ്യപാനിയാണെങ്കിൽ പോലും ഒരു പക്ഷേ അവന്റെ പരുവത്തിന് വണ്ടി ഓടിക്കും. നിന്നാ തറ പറ്റി നാലാംകാരെ പോലും നിൽക്കാത്തൊരു വ്യക്തി പോലും ഞാൻ കാണാറുണ്ട്. ഒരു സ്കൂട്ടറെ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ അവരെന്നെ വിട്ടുപോകും. പക്ഷെങ്കിൽ സുബോധം നഷ്ടപ്പെട്ട് നിൽപ്പാൻ പോലും പറ്റാതെ നിൽക്കുന്ന മദ്യപാനി
പോലും ഒരു സ്കൂട്ടറിൽ പോയാൽ അവന്റെ ലക്ഷ്യസ്ഥാനം തെറ്റാതെ പോകും. പക്ഷെങ്കിൽ ഇന്ന് അതിലും അധികമായിട്ടുള്ളതാകുന്ന പ്രസരിപ്പിനകത്തായിരിക്കുകയാണ് യൗവന തലമുറ. ഒരു പെണ്ണിനെ പുറകിലേക്ക് വെക്കുക, അല്ലെങ്കിൽ മറ്റേ മൊബൈൽ ഇങ്ങനെ കയറ്റി വെക്കുക, മൊബൈലിനകത്തോട്ട് കയറ്റി വെച്ച് ചെവിക്കകത്തോട്ട് ഹെൽമെറ്റിനകത്തോട്ട് കയറ്റി വെച്ച് സർക്കാർ നിയമം നിരോധിച്ചിരിക്കുന്നതാണ്. എന്നാൽ ഇതങ്ങോട്ട് കയറ്റി വെച്ചിട്ട് സ്കൂട്ടറിൽ പോയി ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മയോ എന്തെങ്കിലും ചില വാക്കുകൾ കേൾക്കുമ്പോഴോ ഉടനെ ദൃഷ്ടി മറഞ്ഞു പോകും. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ, ആ ഒരു അന്തരീക്ഷത്തിലേക്കും ബൈക്ക് എന്ന് മതിലിൽ കയറി തല പിളർന്നു കഴിയുമ്പോഴായിരിക്കും ഓർക്കുന്നത്, അയ്യോ തെറ്റിപ്പോയല്ലോ, ഓർക്കാൻ സമയമില്ല, അപ്പോഴത്തേക്കിനും പെട്ടിക്കാത്താവും. അതാണ് ഇന്നത്തെ ലോകത്തിൽ പറ്റിയിരിക്കുന്ന ഒരു കുഴപ്പം. സ്തോത്രം. അങ്ങനെ ഒന്ന് സന്തോഷിക്കുകയാണ്. കാമുകനെ കുറിച്ച് ഓർത്ത്, കാമുകയെ കുറിച്ച് ഓർത്ത്. ചിലർക്ക് വാഹനമാണ് വിഷയം. എൻ്റെ ഉറക്കത്തിൽ കിടന്നാലും ആ കാറിന്റെ സ്വിച്ച്, ആ കാറിന്റെ ബട്ടണ്, ആ കാറിന്റെ ഗിയർ, ആ കാറിന്റെ ആ ഗ്ലാസ്, ആ കാറിന്റെ അകത്തെ നല്ല മണം, ഇതൊക്കെയാണ് ചിലരുടെ ഭ്രാന്ത്. എപ്പോഴും ഓർക്കുകയാണ്, സന്തോഷിക്കുകയാണ് കാറിന്റെ അകത്തെ കാര്യങ്ങൾ. ചിലർക്ക് കൂട്ടുകാരാണ്, ചിലർക്ക് മറ്റു പലതും 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 ഇങ്ങനെ ഓർമ്മയിലുണ്ട്. എപ്പോഴും ഓർക്കുന്ന കാര്യങ്ങൾ, എപ്പോഴും ഓർമ്മയതാ. എന്നാൽ ഇവിടെ ഭക്തൻ പറയുന്നത്, യെരൂശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ. അപ്പൊ നമ്മള് ഏറ്റവും അധികം സന്തോഷിക്കേണ്ടത് ആരിലാണ്? യെരൂശലേമിലായിരിക്കണം, ദൈവത്തിലായിരിക്കണം. കാരണം ഈ ദൈവത്തിനെ നമ്മുടെ പ്രാണനെ നിലനിർത്താൻ പറ്റുകയുള്ളൂ. എനിക്കിപ്പോൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഇടത്ത ഭാഗത്ത് കൈക്കൊരു പെരുപ്പം, എന്റെ നെഞ്ചിനകത്തേക്കുള്ളതാകുന്ന ഒരു വേദനയും കടന്നു വന്ന് എനിക്കൊരൽപ്പം അധികമായ വേദന കഠിനപ്പെട്ടാൽ ആദ്യം ഞാൻ പറയുന്നത് എന്റെ ദൈവമേ എന്നാണ്. എന്റെ ദൈവമേ എന്നാണ്. ഏതൊരു മനുഷ്യനും അതാണ്. ആദ്യമേ അവൻ പറയുന്നത് ദൈവമേ എന്നാണ്. ദൈവമേ എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര ഭാര്യയെ സ്നേഹിക്കുന്നവനായാലും അവന്റെ അമ്മ ജീവനോടെ ഉണ്ടെങ്കിൽ അമ്മോ എന്ന് വിളിക്കും. ആരും മരണത്തോടെ എടുക്കുന്നുണ്ട് ഇടീ ഭാര്യേ എന്ന് വിളിക്കത്തില്ല, ആരും വിളിക്കത്തില്ല. എന്റെ അമ്മ എന്നാണ് വിളിക്കുന്നത്. അത് ദൈവ സൃഷ്ടിയുടെ ഒരു പ്രത്യേകതയാണ്. അച്ഛനൊന്നും വിളിക്കത്തില്ല. എവിടെയെങ്കിലും അധികമായി വേദനപ്പെട്ട ഒരുവൻ മരണോപ്രാളം എടുക്കുകയാണെങ്കിൽ, ഈശ്വരബോധമുള്ളവനാണെങ്കിൽ എന്റെ ദൈവമേ എന്ന് വിളിക്കും. ഈശ്വരബോധമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്റെ അമ്മോ എന്ന് വിളിക്കും. അത് പ്രപഞ്ചത്തിൽ ദൈവം സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ ബന്ധമാണത്. അത് എത്രയധികം സ്നേഹിക്കുന്ന ഭാര്യ ഉണ്ടെങ്കിലും ഭാര്യയല്ല ആത്യന്തികമായിട്ടുള്ളതാണ് ചിന്ത. എന്നാൽ അതിനൊക്കെ അപ്പുറമാണ് ഒരു ദൈവത്തിന്റെ പൈതൽ ദൈവമായിട്ടുള്ളതാണ് ബന്ധം. ഇത് വായിക്കുന്നു, എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ. നമുക്ക് മുഖ്യ സന്തോഷം ആരായിരിക്കണം? ദൈവമായിരിക്കണം. ഭാര്യ വേണം, ഭർത്താവ് വേണം, മക്കൾ വേണം, മാതാപിതാക്കൾ വേണം, കൂട്ടുകെട്ടുകാർ വേണം, സ്നേഹിതർ വേണം, ദൈവദാസന്മാർ വേണം, ദൈവമക്കൾ വേണം, എല്ലാവരും വേണം. പക്ഷെങ്കിൽ നമുക്ക് ദൈവത്തെ കവിഞ്ഞവരാണ് ആരോട് സ്നേഹമാകരുത്. ദൈവമേ നമ്മളെ അറ്റ് ദ ലാസ്റ്റ് സെക്കൻഡിൽ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്കൊരു വലിയ പ്രതിസന്ധിയിലാകപ്പെട്ട് ഒരു വലിയ പ്രതികൂലത്തിൽ അകപ്പെടുമ്പോൾ ദൈവമെന്ന് പറയുന്ന ആ ഒരു ശക്തി മാത്രമേ നമുക്കൊരു ആശ്വാസം തരാൻ പറ്റുകയുള്ളൂ. വേറെ ആർക്കും പറ്റുകയില്ല. ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന ഒരു മനുഷ്യനും പറ്റത്തില്ല ചില പ്രത്യേക സാഹചര്യം നമ്മളെ രക്ഷിക്കാൻ. അവിടെ ദൈവമില്ല എന്ന് പറയുന്ന അതിനെ പ്രചരിപ്പിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അറ്റ് ദ ലാസ്റ്റ് ടൈം സെക്കൻഡ് ആ മൂവ്മെന്റിലുണ്ടല്ലോ അവൻ ദൈവത്തെ ഓർത്തു പോകും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിരീശ്വരവാദികളെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി അതിലേക്കൊന്നും കടക്കുന്നില്ല, സമയത്തിന് പരിമിതി. ഇതാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത ഇതാണ്. വായിക്കുന്നു, മുഖ്യ സന്തോഷം വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കിനോട്. എന്താ വാക്കായി പറയുന്നത്? ഞാൻ ഊമനായി പോട്ടുന്നു, നാക്ക് താണ് പോട്ടുന്നു. ശമിക്കപ്പെട്ട വാക്കാണ് ചിലരൊക്കെ പറയുന്നത്. ചിലറിയാലോ, ചിലരൊക്കെ ചില വാക്കുകളൊക്കെ നിന്റെ നാക്ക് താണ് പോകത്തേ ഉള്ളൂ എന്ന് പറയാം. ശാപവാക്കാം. ചിലർ ഇങ്ങനെ ചില കഠിന വാക്കുകളൊക്കെ പറയുമ്പോൾ ചില പിള്ളേരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ചിലരൊക്കെ പറയും നിന്റെ നാക്ക് താണ് പോട്ടെ. ഒരിക്കലും അങ്ങനെ ആരും പറയുന്നില്ല. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ പൈതൽ പറയുകയാണ്, എന്റെ ദൈവത്തിന് ഞാൻ ബല കൽപ്പിക്കാതെ പോയാൽ എന്റെ നാക്ക് നാട് പോകട്ടെ. ഓ, ഗൗരവം മനസ്സിലാക്കാൻ. ഇത് പാടുന്ന ഭക്തന് ദൈവത്തോടുള്ളതാകുന്ന ബന്ധം കാരണം പറയാൻ കാരണമുണ്ട്. യെരൂശലേമിൽ ഇവന് ആരാധിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു, യെരൂശലേമിന് ആരാധനാലയം ഉണ്ടായിരുന്നു, യെരൂശലേമിന് ആരെങ്കിലും സൗകര്യം ഉണ്ടായിരുന്നു. കാരണങ്ങൾ എന്തോ അവിടെ സാധിച്ചില്ല.
പക്ഷെ ഈ പ്രവാസ ജീവിതത്തിൽ അവൻ പഠിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവാസം വരുന്നുണ്ടല്ലോ, നമ്മളെ ഭയങ്കരമായ രീതിയിൽ മാറ്റിമറിച്ച് കളയും. ചില പ്രതികൂലങ്ങൾ വരുന്നുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ മാറ്റിമറിച്ച് കളയും. ചില പ്രതിസന്ധികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണെങ്കിലുണ്ടല്ലോ, നമ്മളെ മാറ്റിമറിച്ച് കളയും. തികഞ്ഞ അപ്പോസ്തലനാക്കി തീർക്കും, തികഞ്ഞ ആത്മീയനാക്കി തീർക്കും, നല്ല ഒന്നാം തരം ദൈവവൈദ്യനാക്കി തീർക്കും. ആത്മാവിൽ നിറയുന്ന മണ്ഡലങ്ങളിലേക്ക് നമ്മളെ ദൈവം നടത്തപ്പെടും. ദമസ്കസിന്റെ പടിവാതിൽക്ക് വെച്ച് 3 ദിവസം കണ്ണ് കാണാത്ത വിധത്തിൽ അവനെ തകർത്തതുകൊണ്ടാണ് പൗലോസ് കാണേണ്ടതിനായ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായ രീതി കണ്ടത്. ദമസ്കസിന്റെ പടിവാതിൽക്ക് വെച്ച് പിടിച്ചു കഴിയുമ്പോൾ പിന്നീട് പൗലോസിൽ വീടും കൂടും നാട്ടുകാരും ആരുമില്ല. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവകൃപയിൽ പിന്നെ അവൻ വേറൊരു ജീവിതത്തിലേക്ക് തിരികുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില പ്രവാസങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില പ്രതികൂല്യങ്ങൾ നമ്മളെ ക്രിസ്തുവിൽ തികഞ്ഞനാക്കാൻ മതിയായതാണ്. കരങ്ങളിൽ സ്തോത്രം ചെയ്യാം. വായിക്കുകയാണ്, നാക്കിനോട് പറ്റിപ്പോകട്ടെ. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം നമുക്ക് 18-ാമത്തെ അതിൽ കാണുന്നുണ്ട്, നിന്റെ കണ്ണു നിനക്ക് ഇടർച്ച വരുത്തിയാൽ നിനക്ക് അതിനെ. ഞാനൊരു കാര്യം പറയാം, സത്യവേദ പുസ്തകത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കണം, വീടിനെ സ്നേഹിക്കണം. പക്ഷെങ്കിൽ ദൈവത്തെ കവിഞ്ഞൊന്നുമാകരുത്. അവിടെ 18-ാമത്തെ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണുന്നുണ്ട്, നിന്റെ കണ്ണു നിനക്ക് ഇടർച്ച വരുത്തിയാൽ ചുഴഞ്ഞെടുത്ത് എറിഞ്ഞു കളകാന്ന. 2 കണ്ണുള്ളവരായിട്ട് നരകത്തിൽ പോകുന്നതിന് നല്ലത് ഒറ്റക്കണ്ണനായിട്ട് സ്വർഗത്തിൽ പോകുന്നത് നല്ലത്. പിന്നെ ഒരു കണ്ണ് ശേഷിക്കുന്നു. ആ കണ്ണ് പിന്നെയും പാപത്തിലേക്ക് നോക്കുകയും പാപത്തിലേക്ക് നമ്മളെ വശീകരിക്കുകയും പാപത്തിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിലോ, എന്റെ വാക്ക് എന്റെ സ്വഭാവമനുസരിച്ചാണല്ലോ, പെട്ടെന്നൊരു കത്തിയെടുത്ത് കയറ്റിയിട്ട് ചക്ക തുളയ്ക്കുന്ന പോലെ തുളച്ചെടുത്തിട്ടുണ്ടല്ലോ, ചക്കക്കുരു പുറത്തെടുക്കുന്ന പോലെ ആ കണ്ണിന്റെ കൃഷ്ണമണി അകത്തൂന്ന് വലിച്ചെടുത്ത് എറിഞ്ഞു കളണം. 2 കണ്ണും നഷ്ടപ്പെട്ടു പോകുന്നല്ലേ ഉള്ളൂ. ആത്മാവിന്റെ കണ്ണ് തുറക്കും. നമുക്ക് നമ്മുടെ 2 കണ്ണും തുറന്നിരിക്കുന്നതിനെക്കാട്ടും നല്ലത് ദൈവാത്മാവിന്റെ ഹൃദയ കണ്ണ് തുറന്നാലുണ്ടല്ലോ, നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ സ്വർഗത്തിലേക്ക് എത്താം. നമുക്ക് വഴിതെറ്റിച്ച് കളയുന്ന, പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്തെല്ലാം നമുക്ക് തടസ്സമായി നിൽക്കുന്നുവോ, ദൈവിക സ്നേഹത്തിനും ദൈവിക ബന്ധങ്ങൾക്കും എന്തെല്ലാം തടസ്സമായി നിൽക്കുന്നുവോ, പാപത്തിലേക്ക് നമ്മളെ വശീകരിക്കുന്നുവോ, ലോകമോഹങ്ങളിലേക്കും ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്കും അങ്ങനെ 100 അങ്ങോട്ട് കാര്യങ്ങളിലേക്ക് ദൈവത്തിൽ നമ്മൾ അകലുന്ന എന്തെല്ലാം നമുക്ക് ദോഷമായി നിൽക്കുന്നുവോ നമ്മളതിനെല്ലാം വെട്ടിയെറിഞ്ഞ് കളയണം. ചില സ്നേഹിതന്മാരെ നമ്മൾ വെറുക്കണം, അകന്നു പോകണം. ചില മൊബൈലിനകത്തുണ്ടല്ലോ ചില നമ്പറുകൾ എന്നേക്കുമായിട്ട് ഡിലീറ്റ് ചെയ്യണം. പിന്നെ പോയി ഒളിഞ്ഞു നോക്കാൻ പറ്റുന്ന രീതി കിടക്കരുത്. ഇതെന്ത് അത് ഞാൻ വന്ന കോൾ അങ്ങ് ഡിലീറ്റ് ചെയ്തേ ഉള്ളൂ. പിന്നെ മറ്റേ അടുത്ത കിടപ്പുണ്ട്. അത് അതിനകത്ത് കിടപ്പുണ്ട്. അത് സേവ് ചെയ്തിട്ടുണ്ട്, അത് പോകത്തില്ല. പക്ഷെ എനിക്ക് ഇത് കാണും. ഇന്ന് വന്ന കോൾ അങ്ങ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. സ്തോത്രം. നമ്മളെ ആത്യന്തികമായിട്ട് ആ ഫോണിൻ്റെ അകത്ത് കിടക്കുന്ന കോണ്ടാക്റ്റിൻ്റെ അകത്ത് ചെന്നിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യണം. വേറെ ഏതെങ്കിലും ഫോണിൽ ഉണ്ടെങ്കിൽ അതും ഡിലീറ്റ് ചെയ്ത് കാണണം. ആരോടില്ലെങ്കിലും നമുക്കത് കേൾക്കാൻ സാധ്യത, അതും ഡിലീറ്റ് ചെയ്ത് കാണണം. ചില മനുഷ്യർ നമ്മുടെ ആത്മീയതയ്ക്ക് തടസ്സമാണ്. അവരുടെ വാക്കുകൾ അങ്ങനെ, അവരുടെ ഏർപ്പാടുകൾ അങ്ങനെ, അവരുടെ ചിന്തകൾ അങ്ങനെ. അവരെയായിട്ട് നമ്മൾ അകത്ത് നിൽക്കണം. കാരണം നമുക്ക് നിത്യതയാണ് വരുന്നത്. ദൈവത്തെ കഴിഞ്ഞൊരു ഭാര്യ വേണ്ട, ദൈവത്തെ കഴിഞ്ഞൊരു ഭർത്താവ് വേണ്ട, ദൈവത്തെ വിട്ടുള്ള മക്കൾ വേണ്ട, ദൈവത്തെ വിട്ടുള്ള മാതാപിതാക്കൾ വേണ്ട, ദൈവത്തെ കഴിഞ്ഞുള്ള ആർഭാടം വേണ്ട, ആഡംബരം വേണ്ട, സുഖനോനുമതി ആകരുത്. നിത്യതയിൽ അത് നമുക്ക് ദോഷമായി തീരും. അതെ, നമുക്ക് ചിന്തിക്കാം. എത്ര അഗാധമാകുന്ന ചിന്തയാണ് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. എന്റെ നാക്ക് അണ്ണാക്കോടെ മാറ്റിപ്പോകട്ടെന്ന്. ഒരു ഭയമില്ലാതെ പറയുന്നത്. ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ? എന്റെ ദൈവത്തിന് ഞാൻ ദോഷക്കാരനാകുന്നെങ്കിൽ എന്റെ കണ്ണ് വേണ്ട, എന്റെ കാത് വേണ്ട, എന്റെ കാല് വേണ്ട, എന്റെ ജീവിതം വേണ്ട, ആ വ്യക്തിയെ വേണ്ട, ആ സാഹചര്യം വേണ്ട, ആ ജോലി വേണ്ട, എനിക്കത് വേണ്ട എന്ന് നമുക്ക് പറയാൻ തന്റെ ഉണ്ടാകുമോ? ദൈവം നമ്മളെ പ്രസാദിക്കും. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ ആർഭാടവും സുഖലോലുമതമായ ജീവിതമല്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് 1000 വർഷക്കാലത്തിലേക്കുള്ള നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിത്യമായ സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ ഹയാറിലെ സന്തോഷം, ആ
അവിടുത്തെ പ്രത്യാശ, അവിടെ പുത്രനായ ക്രിസ്തുവിനോടും 1000 അഭിഷിക്തന്മാരോടും അതേ ദൂതന്മാരോടും ചേർന്ന് ആ വീതി സ്വച്ഛ സ്ഫടിക തുല്യമാകുന്ന ആ പ്രത്യേകമായ അനുഭവത്തിൽ നമ്മളായിത്തീരുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്വന്തം പുത്രനായ ക്രിസ്തുവിനെ കാതിൽ കുറെ കളത്ത് യാഗമാക്കി തീർത്തത് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ എന്ന് ചോദിച്ചിട്ട് അല്ല നിന്റെ ഇഷ്ടം പോലെ പറയുവാൻ തക്കവണ്ണം അതേ ശിഷ്യനെ അത് സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തത് നമ്മുടെ ഓരോരുത്തരുടെയും അല്ല, വ്യക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കണം. എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, എന്നെ നിത്യശാപത്തിൽ നിന്ന് നിത്യ നരകത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യമായ സ്വർഗത്തിന് വേണ്ടി എത്തിപ്പാൻ വേണ്ടിയാണ് എന്നുള്ള ബോധം നമ്മളിലുണ്ടാകണം. അതിന് തടസ്സമായിട്ട് നമ്മളിൽ എന്തുണ്ട്, ആരുണ്ട്, എവിടെയാണ്, എങ്ങനെയാണ് അതിനെല്ലാം ചപ്പന്നും ചവർന്ന് എണ്ണുവാൻ തക്കോണം മനോധൈര്യമുണ്ടോ? ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നാക്ക് താഴെ പോകട്ടെ. സംസാരിച്ചിട്ടെന്താ കാര്യം? സംസാരിച്ച് നരകത്തിലേക്കാ പോകുന്നെങ്കിൽ പിന്നെ എന്തിനാ സംസാരിക്കുന്നത്? അയ്യോ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങൾക്കിന്ന് നല്ല വചനത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ പേര് ചൊരിയണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ കുറ്റങ്ങൾ അറിവില്ലാണ്ട് പോരാൻ പറ്റും ഞങ്ങൾ ക്ഷമിക്കണമേ. സങ്കീർത്തനക്കാരനോട് ചേർന്ന് ചിന്തിക്കുവാൻ ഞങ്ങളുടെ നാവ് താണു പോയിക്കൊള്ളട്ടെ. ഞങ്ങൾക്ക് ദൈവമേ, ഞങ്ങൾക്ക് ഈ ലോകത്തിലെ ഞങ്ങൾക്ക് ഒന്നുമല്ല വലുത്, നിത്യരായ ദൈവത്തിന്റെ നിത്യരക്ഷയാണ് വലുതെന്നുള്ള ആ പരിശുദ്ധന്മാരുടെ ബോധം ഞങ്ങൾ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. ഈ ജനത്തെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കൃപ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. ആഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ വരാവുന്ന എല്ലാവിധമായ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ദൂരങ്ങൾ, പ്രശ്നങ്ങൾക്ക് ഞങ്ങളെ വിടിപ്പിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ അടങ്ങി അയക്കുന്നതായ സ്വതന്ത്രം പ്രാർത്ഥന കണ്ടായ സ്വതന്ത്രം സൈനിക കർത്താവ് യേശുവിന്റെ തന്നെ